പറയുവാൻ തുടങ്ങിയാട്ടെ, എന്റെ കൂടെ പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ ഇന്ന് വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുക തന്നെ ചെയ്യും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരും. നിങ്ങൾ ഭാഗ്യവാൻ, നിങ്ങൾക്ക് നന്മ വന്നിരിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ദൈവം നമ്മുടെ കൂടെ ഉള്ളതിന് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളാൽ കൃപകളാൽ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ആമേൻ. ഓരോ ദിവസവും നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് ക്രിസ്തുവിൽ ബലപ്പെട്ടു വരുന്നു. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം, നമ്മൾ വലിയ ദൈവപ്രവർത്തികൾ കണ്ടുവരുന്നു. ഓരോ ദിവസവും കൂടുവാനും കർത്താവിൻ്റെ കൂട്ടായ്മയിൽ ബലപ്പെടുവാനും ഒക്കെ ദൈവം സഹായിക്കുന്നു. ഞാൻ വേഗത്തിൽ തന്നെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഇന്ന് പോട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം എടുക്കുക. ആവർത്തന പുസ്തകത്തിൻ്റെ അകത്തൊരു വാക്യമാണ്. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, സാമ്പത്തികമായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് എങ്ങനെ. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ എതിർക്കുന്നൊരു വിഷയമാണ് സാമ്പത്തിക വിഷയം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ദാരിദ്ര്യമെന്ന് കേട്ടിട്ട് നമുക്ക് വചനത്തിലേക്ക് ഒന്ന് വരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവും എന്താണ് ദാരിദ്ര്യത്തെപ്പറ്റി ബൈബിൾ എന്താണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആവർത്തന പുസ്തകത്തിൻ്റെ അകത്തെ വാക്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആവർത്തന പുസ്തകത്തിൻ്റെ അകത്തെ 6-ാം അധ്യായത്തിൽ ആ വാക്യം പറയുന്നു, മടിയാ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറേ ഉറക്കം, കുറേ നിദ്ര, കുറേ കൂടെ കൈകെട്ടിക്കിടക്കുക. അങ്ങനെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെ, നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെ വരും. നോക്കിക്കേ, അപ്പോൾ സദൃശ്യവാക്യത്തിൽ പറയുന്നു, ദാരിദ്ര്യം ഒരു വഴിപോക്കനെ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാണേ. അപ്പോൾ ദാരിദ്ര്യം ദൈവം തരുന്നതാണെങ്കിൽ, നോക്കിക്കേ, ദൈവം തരുന്നതാണെങ്കിൽ ഒരിക്കലും ബൈബിളിൽ ഇങ്ങനെ പറയത്തില്ല. എങ്ങനെ പറയുന്നത്? ഒരു വഴിപോക്കനെ പോലെ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അപ്പം ഇവിടെ വചനം പറയുന്നു, നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെ വരും. അപ്പോൾ ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, ഇതിനെ ബൈബിൾ ഒരു അനുഗ്രഹമായി കാണുന്നില്ല. ബൈബിൾ ഇതിനെ അനുഗ്രഹത്തിന് പകരം ശാപമായിട്ടാണ് കാണുന്നത്. ദാരിദ്ര്യം വഴിപോക്കനെ പോലെ വരും, നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെ വരും. ഇനി ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിക്കണം. നിൻ്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിൻ്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത നിയമം ഇന്നുള്ളതും ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ സമ്പത്തുണ്ടാകുവാൻ ശക്തി തരുന്നത്. ശ്രദ്ധിച്ച്, സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്ന ദൈവം. ആമേൻ. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കുക, സമ്പത്തുണ്ടാക്കുവാൻ ദൈവം നമുക്ക് എന്ത് തരും? ശക്തി തരുമെന്നാണ് പറഞ്ഞത്. ആമേൻ. അപ്പോൾ ഇവിടെ നോക്കിക്കുക, അപ്പോൾ സമ്പത്തുണ്ടാക്കുവാൻ ദൈവം ശക്തി തരും. ദാരിദ്ര്യം എങ്ങനെ വരുന്നത്? വഴിപോക്കനെ പോലെയും ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും. പക്ഷെ സമ്പത്തുണ്ടാക്കുവാൻ, അപ്പോൾ സാമ്പത്തിക അനുഗ്രഹം ഒന്നുള്ളത് ദൈവം തരുന്നതാണോ അതോ ലോകം തരുന്നതാണോ? നിങ്ങൾ പറ.
എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ഈ വാക്ക് നോക്കണം. ആവർത്തന പുസ്തകത്തിൽ ആദ്യം നമ്മൾ കേട്ട വാക്യം ഇതാണ്: എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിക്കണം. അപ്പം ഞാൻ ഉണ്ടാക്കി, ഞാൻ സമ്പാദിച്ചു, എനിക്ക് കിട്ടി, അതുകൊണ്ട് എൻ്റെ ബലവും എൻ്റെ ശക്തിയും കൊണ്ട് എനിക്ക് സമ്പത്തുണ്ടായി എന്ന് ഒരിക്കലും പറയരുത്. പകരം സമ്പത്തുണ്ടാക്കുവാൻ ഞാൻ നിനക്ക് ശക്തി തരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി, സമ്പത്തുണ്ടാക്കുവാൻ നമുക്ക് ശക്തിയുടെ ആവശ്യമുണ്ടോ? നിങ്ങൾ പറ. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികം ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ ശക്തി ആവശ്യമുണ്ട്? ഞാൻ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ, ആത്മീകമായിട്ടല്ല. യേശുവിനെ അറിയാത്ത ഒരാളുടെ ഭാഗത്ത് നിന്നുകൊണ്ട്, നിങ്ങളിപ്പോൾ ഒരു ലോകത്തിൽ ജീവിക്കുക, രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു വ്യക്തിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, സമ്പത്ത് ഉണ്ടാക്കാൻ ദൈവത്തിൻ്റെ സഹായം വേണോ? പറ. അദ്ദേഹം പറയും അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം പറയേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് അധ്വാനിക്കാൻ കഴിവും ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാം, അല്ലേ? പക്ഷെ ഇവിടെ ബൈബിൾ പറയുന്നു സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരും. അപ്പം ദൈവത്തിൻ്റെ ശക്തി കൊണ്ടുണ്ടാക്കുന്ന സമ്പത്തിൻ്റെ പ്രത്യേകത, ഇത് ലോകത്തിൻ്റെ സോഴ്സിൽ നിന്നല്ല, ദൈവത്തിൻ്റെ നന്മ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഈ വിഷയം പറയുന്ന സമയത്ത് എനിക്കറിയാം ഒത്തിരി ആൾക്കാർക്ക് എതിർപ്പുകളുണ്ടാവും. ദൈവം സാമ്പത്തിക അനുഗ്രഹത്തിൻ്റെ ദൈവമാണോ? ദൈവം പ്രോസ്പെരിറ്റി തരുന്ന ദൈവമാണോ? ഇതൊക്കെ ദുരുപദേശങ്ങളാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദാരിദ്ര്യത്തെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ദാരിദ്ര്യത്തെ ബൈബിളിൽ കാണിച്ചിരിക്കുന്നത് നോക്കിക്കേ, ദാരിദ്ര്യം വഴിപോക്കനെ പോലെ വരും, നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെ വരും. അപ്പോൾ ദാരിദ്ര്യം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ വചനപ്രകാരമാണെങ്കിൽ ഇത് ദൈവത്തിൽ നിന്നല്ല. ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല. ശ്രദ്ധിച്ചു നോക്കിയോണേ, ദാരിദ്ര്യം ദൈവത്തിൽ നിന്നല്ല, ബുദ്ധിമുട്ട് ദൈവത്തിൽ നിന്നല്ല. എന്നാ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ തന്നെ പറയുന്നു സമ്പത്തുണ്ടാക്കാൻ ദൈവം ശക്തി തരും. അപ്പം സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്ന ദൈവം ദാരിദ്ര്യം തരുവോ ഇല്ലയോ? നിങ്ങൾ പറ, തരുവോ ഇല്ലയോ? ഇല്ല. അങ്ങനെയെങ്കിൽ ദാരിദ്ര്യം ദൈവത്തിൽ നിന്നല്ല. ഒന്നുകൂടെ പറഞ്ഞോണേ, ഒന്നുകൂടെ ശ്രദ്ധിച്ചോണേ. അപ്പോൾ പല ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബൈബിളിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി സംശയങ്ങൾ വരുന്നൊരു കാര്യങ്ങളാണ്. പലപ്പോഴും ബൈബിളിൽ പൗലോസ് പറയുന്നുണ്ട് പട്ടിണി, നഗ്നത, ഉറക്കളപ്പ്, കഷ്ടത എന്നിങ്ങനെ ഒത്തിരി പദങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ലീഗ എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോസ്തലന്മാർ. അത് ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർ അത് പറയാൻ കാരണം? ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാ? എന്ത് നിമിത്തമാ? ഇനി സുവിശേഷം പ്രതി അങ്ങനെ വരാൻ കാരണം എന്തുവായിരിക്കും? അവർക്ക് കഷ്ടതയും നഗ്നതയും ദുരിതവും പ്രയാസം വരാൻ കാര്യം എന്തുവാ? ഒന്ന് പറഞ്ഞ് കേട്ടത് വെച്ചൊന്ന് പറയാൻ പറ്റുമോ? ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർക്ക് പോകാൻ സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥയിലുള്ള പ്രയാസം, ആൾക്കാരുടെ എതിർപ്പ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. നീ ശ്രദ്ധിച്ചോണം, ഞാൻ പല ആവർത്തി പറഞ്ഞാണ്, ചിലർക്കത് മനസ്സിലായി. അപ്പം അവർ പൊക്കോണ്ടിരുന്നത് യെരുശലേമിൽ മാത്രമല്ല. ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഇല്ല, നല്ല ഫെസിലിറ്റി ഉള്ള കപ്പലുകളില്ല, ടാക്സി ഇല്ല, ഓട്ടോറിക്ഷ ഇല്ല, സൈക്കിളില്ല, ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഒരു പട്ടണത്തിൽ നിന്നും പല രാജ്യത്തിലേക്ക്, പല കാലാവസ്ഥയിലേക്കൊക്കെ അവർ യാത്ര ചെയ്യുക. ഇങ്ങനെ പോകുന്ന വഴിയിൽ പൗലോസ്ലീഹ പറഞ്ഞത് കാട്ടിലെ ആപത്ത്. അപ്പം കാട്ടിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്, കടലിലെ ആപത്ത്, കടലിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്, കള്ള സഹോദരന്മാർ നിമിത്തമുള്ള ആപത്ത്. അപ്പോൾ ഇവർ ഓരോ പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഭാഷയുടെ പരിമിതികളുണ്ട്. നിങ്ങളെ ഇപ്പം ഞാൻ പിടിച്ചുകൊണ്ടുവന്ന് നേരെ ഹിന്ദി അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് നോർത്ത് ഇന്ത്യയെ കൊണ്ടിട്ട് എന്നായിരിക്കും അവസ്ഥ? പോട്ടെ, നിങ്ങളെ കൊണ്ടുവന്ന് ഞാനിപ്പം ഒരു ഭാഷ അറിയാത്ത ഏതെങ്കിലും ആഫ്രിക്കയിൽ ഉൾവനത്തിൽ കൊണ്ടിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം നമ്മൾ ഇതുപോലെ അറിയാത്തൊരു പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രഗിളുകൾ, വെല്ലുവിളികൾ. നല്ല ഹോട്ടലില്ല, ചിലപ്പം കാശുണ്ടെങ്കിലും അരി മേടിക്കാൻ ചിലപ്പം ഹോട്ടൽ കാണത്തില്ല, കട കാണത്തില്ല. അപ്പോൾ പല സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ അവർ എഴുതി വെച്ചു, ഞങ്ങൾ പട്ടിണി കിടന്നു, ദാരിദ്ര്യത്തിൽ അനുഭവിച്ചു. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും എടുത്തുണ്ട്. അപ്പോസ്തലന്മാർ അത് അനുഭവിച്ചു. അതിൻ്റെ കാരണം സുവിശേഷവുമായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ അവർക്ക് എന്താ? ഇപ്പം നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിലപ്പം പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഏതെങ്കിലും ദൂര സ്ഥലത്തോട്ട് പ്രാർത്ഥനയ്ക്ക് പോയി, നിങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അടുത്ത് ഹോട്ടലൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴെങ്കിലും 2 മണി 3 മണിയായി. ആ ഏരിയ മൊത്തം തപ്പി, ഹോട്ടലുകളൊന്നും കാണുന്നില്ല. തിരിച്ച് നിങ്ങൾ ആർക്കോ SMS ഒക്കെ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി പക്ഷേ വല്ലതും കഴിക്കാൻ കിട്ടിയില്ല, ഞങ്ങളുടെ പട്ടിണിയായിരുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ലാത്ത അവസ്ഥ അവിടെ വന്നു.
അതിൻ്റെ അർത്ഥം എന്തോ? കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പകരം പൈസ ഉണ്ടെങ്കിലും മേടിക്കാൻ പറ്റാത്ത അവസ്ഥ. കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഒരു ഷോപ്പ് അവിടെ ഇല്ല. അത്രയും ദൂരം നിങ്ങൾ യാത്ര ചെയ്തു, നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു. ഇത് പൗലോസ്ലീഹ പലയിടങ്ങളിലും കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം പറയാൻ കാരണം, പലപ്പോഴും ഈ വചനം പറയുമ്പോൾ ആൾക്കാരകത്ത് ഈ കൺഫ്യൂഷൻ വരും. ഇനി ഇത് ഞാൻ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാവേ, നോക്കിക്കേ. അടുത്ത വാക്യത്തിൽ പറയുന്നു, നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കുന്നു, ഭോഷന്മാരോ ബുദ്ധിഹീനനാകയാൽ മരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. രണ്ടാമത്തെ കാര്യം, ആദ്യം കേട്ടു, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും. 2, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. നോക്കിക്കേ, ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്ന സങ്കീർത്തനത്തിൻ്റെ അകത്ത് പറയുന്നു, 112 സങ്കീർത്തനത്തിൽ, ഐശ്വര്യവും സമ്പത്തും എൻ്റെ വീട്ടിലുണ്ടാകും. ആമേൻ. ഇനി അടുത്ത വാക്യം നമുക്ക് നോക്കാം. സദൃശവാക്യത്തിൽ, അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കുന്നു. ആമേൻ. ഇത്രയും വാക്യം നിങ്ങൾ കണ്ടില്ലേ? ഇനി ഞാൻ ചോദിച്ചോട്ടെ, എത്ര വീടിൻ്റെ അകത്തുണ്ട് ദൈവത്തിൻ്റെ സാമ്പത്തിക അനുഗ്രഹം? ഇനി ശ്രദ്ധിച്ചോണം, ഇവിടെയാണ് നമുക്ക് സാമ്പത്തിക അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം. സമ്പത്തുണ്ടാകുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി തരും. ശക്തി, ആ വാക്കുകൊണ്ട് പവർ എന്ന് പറഞ്ഞാൽ, ദൈവശക്തി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുവാൻ കഴിവുള്ളതാണ് ദൈവശക്തി. പലതരം ശക്തിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് 5 കിലോയുടെ അരിച്ചാക്ക് ഉപയോഗിക്കുവാൻ സൃഷ്ടിക്കുന്ന ശക്തിയുടെ ആവശ്യം വേണ്ട. കയ്യിൽ ഒരു ബലം ഉണ്ടായാൽ മതി, അല്ലേ? അതിനും പറയുന്ന പേര് ശക്തിയെന്ന. 5 കിലോയുടെ അരിച്ചാക്ക് ചുമക്കുവാൻ എനിക്ക് ശക്തിയുണ്ട്. എന്നാൽ ഒരു രോഗിയെ സൗഖ്യമാക്കുന്ന കാര്യം ബൈബിൾ പറയുമ്പോൾ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, നിങ്ങൾ യെരൂശലേമിലും യഹൂദിലും ശമര്യയിലെ സാക്ഷിയാണ്, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ. അപ്പോൾ രോഗികളെ സൗഖ്യമാക്കുന്നൊരു ശക്തിയുണ്ട്. അപ്പോൾ ആ ശക്തിയും ഈ ശക്തിയും രണ്ടാണ്. ഈ ശക്തിയുടെ പ്രത്യേകത സൃഷ്ടിക്കുവാൻ കഴിവുള്ള ശക്തി. നോക്കിക്കേ, അപ്പം സമ്പത്തിനെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ശക്തി. നോക്കിക്കേ, സമ്പത്തിനെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ശക്തി. ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ആദ്യം ദൈവപ്രവൃത്തികൾ ഉണ്ടാകുവാൻ നമ്മൾ ചെയ്യേണ്ടത്, ദൈവവചനത്തിന് വിരോധമായിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോണം. ദൈവവചനത്തിന് വിരോധമായി ആദ്യം നമ്മുടെ അകത്തൊരു കാഴ്ചപ്പാടുണ്ടാകണം. ദൈവത്തിൻ്റെ ധനവും മാനവും പുരാതന സമ്പത്തും ദൈവത്തിനുണ്ട്. എന്നോട് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് ദൈവം പറയുന്നുണ്ടല്ലേ, ഞാൻ നിങ്ങൾക്ക് നന്മകൾ തരും. അപ്പോൾ ഇത് തരാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു ദൈവം. പക്ഷേ ഈ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് തരുന്ന ഒരു മാർഗം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവശക്തിയാലാണ് ഇത് സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ബുദ്ധിയിൽ ചിന്തിക്കുന്നത് പോലെയല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പഴയ നിയമം വായിക്കുന്ന സമയത്ത്, പഴയ നിയമത്തിൽ ഞാനത് നമുക്ക് ഇസഹാക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട്, ക്ഷാമകാലത്ത് ഇസഹാക്ക് ആ ദേശം വിട്ട് പോകുവാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ദൈവം പറയുന്നൊരു വാക്കുണ്ട്, നീ അവിടം വിട്ട് പോകരുത്, അല്ലേ? നീ അവിടം വിട്ട് പോകരുത്. 26 വാക്യത്തിൽ പറയുന്നുണ്ടല്ലേ, ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിൻ്റെ അകത്ത് ആ വാക്യം വ്യക്തമായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും, അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ ഈ ദേശം വിട്ട് പോകരുത്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു ക്ഷാമം വരികയാണ്. ഉൽപ്പത്തി 26:12-13 പറയും, ദേശത്ത് വലിയൊരു ക്ഷാമം വരാൻ വേണ്ടി പോവുക. അപ്പോൾ ഈ ക്ഷാമം വരാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇസഹാക്ക് അവിടെ നിന്ന് യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ യഹോവയുടെ അരുളിപ്പാടുണ്ടായി, നീ പോകരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവിടെ ക്ഷാമം വരാൻ വേണ്ടി പോകും. നോക്കിക്കുക, ആ വാക്യം കൊണ്ട് നിങ്ങൾക്ക് ഇസഹാക്ക് ദേശത്ത് വിതച്ച് നോക്കിക്കുക. അപ്പോൾ നീ ചെയ്തത് എന്ത്? ജനത്തിൻ്റെ ആരെങ്കിലും നിന്റെ ഇവിടെ നോക്കി, ഇസഹാക്ക് ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു മഹാസമ്പന്നനായി തീർന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, എപ്പോഴാണ് ഇവിടെ സംഭവം ഉണ്ടായത്? ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ആമേ. നോക്കി, ഈ വാക്ക് കണ്ടോ? അബ്രഹാമിൻ്റെ കാലത്ത് മുമ്പിലുണ്ടായ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ നിന്നും ഫെലിസ്തീൻ രാജാവായ അബീമേലെക്കിനടുക്കിലേക്ക് പോയി, യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്. നോക്കിക്കേ, ദേശത്ത് ക്ഷാമം ഉണ്ടായേ, ദേശത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി, ക്ഷാമം വരാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ അരുളിപ്പാട് ഇദ്ദേഹം തീരുമാനിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മിസ്രൈമിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുക. ഉടനെ ദൈവത്തിൻ്റെ അരുളിപ്പാട്, നീ മിസ്രൈമിൽ പോകരുത്.
എന്നിട്ട് ആ വാക്യത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ഏത് ദേശത്താണ് ഇസഹാക്ക് വിതച്ചത്? എന്തുള്ള ദേശത്താണ് ഇസഹാക്ക് വിതച്ചത്? ക്ഷാമമുള്ള ദേശത്ത്, മഹാക്ഷാമമുള്ള ദേശത്ത് വിതയ്ക്കാൻ വേണ്ടി പോകും. നമുക്കറിയാം, ക്ഷാമം വരുമ്പോൾ നമുക്കറിയാം വല്ലാത്ത പ്രതിസന്ധി അല്ലേ. ആ സമയത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി കിട്ടി. കണ്ടോ? ഏതാണ്ടിൽ? ക്ഷാമകാലത്ത് 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ ചിന്തിക്കുക, ഇസഹാക്ക് എറിഞ്ഞ വിത്തിൻ്റെ മേലൊരു ശക്തി വ്യാപരിച്ചു. അതായത് 100 മേനി കൊയ്യുവാൻ ക്ഷാമകാലത്ത് ആ ദേശത്തിൻ്റെ അകത്ത് ബലമുണ്ടാകാത്ത കാലഘട്ടത്തിൽ യഹോവയുടെ ശക്തി വിത്തിൻ്റെ മേൽ വ്യാപരിച്ചു. അവിടെ എന്ത് സംഭവിച്ചു? 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. കണ്ടോ? അപ്പം നിങ്ങൾക്കുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കാര്യത്തെ കൊണ്ടുവരുന്നത്? 2 രീതി ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോണേ. നമ്മുടെ കൈവശം ഇരിക്കുന്ന ഏത് കാര്യമായിക്കോട്ടെ, അത് ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഇതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ നിങ്ങൾ യോജിപ്പിക്കണം. ശ്രദ്ധിച്ച് കേട്ടോണേ. ആദ്യം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നകത്ത് ചില കൺസെപ്റ്റുകൾ എടുത്ത് കളയണം. സാമ്പത്തിക അനുഗ്രഹം എന്നുള്ളത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആണ്. സാമ്പത്തിക അനുഗ്രഹം എനിക്കുള്ളതാണ്, ദാരിദ്ര്യം എനിക്കുള്ളതല്ല, ബുദ്ധിമുട്ട് എനിക്കുള്ളതല്ല. ശ്രദ്ധിച്ചു കേട്ടോണേ, ദാരിദ്ര്യം, ബുദ്ധിമുട്ട് ഇതെനിക്കുള്ളതല്ല. ആമേൻ. എനിക്കുള്ളത് എന്താണ്? യഹോവയുടെ ശക്തിയാൽ, അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. അപ്പോൾ എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പന്നതയാണ്. ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഒത്തിരി ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബ്രദറെ, വാടക പോലും കൊടുക്കാൻ പൈസയില്ല, വീട്ടിൽ അരി മേടിക്കാൻ പോലും കാശില്ല, ഞങ്ങൾ എന്നാലും ദൈവത്തെ വിളിക്കും. പ്രിയരെ, ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ അലയും. ദൈവത്തെ വിളിക്കുന്നവനോ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. അപ്പോൾ നമ്മൾ എവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്? പല സഭകളിലും ഇത് പഠിപ്പിക്കത്തില്ല. പല സഭകളും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതിൻ്റെ കുഴപ്പം ഞാൻ ആരെയും വിമർശിക്കാൻ പറയുകയല്ല. പല സഭകളിലും നമ്മൾ കേട്ടിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമ്പത്തിക അനുഗ്രഹം പറയുന്നത് മുഴുവനും അത് പൈശാചിൻ്റെ ഉപദേശമാണെന്ന് എന്ത് ചെയ്തു? ആദ്യം തന്നെ അങ്ങ് വെച്ചു. അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നറിയാവോ? പിശാചിന് ദാരിദ്ര്യം കൊണ്ടുവരാൻ എളുപ്പമായി. നിങ്ങൾ തന്നെ ഒരു ഡോറ് തുറന്നു കൊടുത്തിരിക്കുക. ഇനി ശ്രദ്ധിച്ചോണേ, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ. ഇവിടെ അധ്വാനം ചോദിക്കുന്നത് കഠിനാധ്വാനം, ടോയിൽ എന്നൊരു പദമാണ്. കഠിനാധ്വാനം അതിൻ്റെ അർത്ഥം നിങ്ങൾ കഠിനമായി അധ്വാനിക്കാതെ. ഇവിടെ നോക്കിക്കേ, ക്ഷാമകാലത്ത് ഇസഹാക്ക് വിതച്ചു. ഇസഹാക്ക് ആ ആണ്ടിൽ 100 മേനി കൊയ്തു. ഇനി ശ്രദ്ധിച്ചോണേ, എങ്ങനെയായിരിക്കാം ഇസഹാക്കിന് ആ 100 മേനി കൊയ്യാൻ പറ്റിയത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ അനുഗ്രഹം. ദൈവാനുഗ്രഹം നിങ്ങൾക്കും ഇല്ലേ? ദൈവാനുഗ്രഹം നിങ്ങൾക്കുമുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കുമുണ്ട്. എല്ലാ കാര്യങ്ങളും ഇസഹാക്കിനെക്കാളും ബൈബിൾ നിങ്ങൾക്ക് അറിയാം, യേശുവിനെ അറിയാം, സുവിശേഷം അറിയാം, രക്ഷ അനുഭവപ്പെടും. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് രക്ഷപ്പെടാത്തത്? കഠിനാധ്വാനം അനുസരിക്കണം. ഇനി ശ്രദ്ധിച്ചോണേ. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇസഹാക്ക് വിതച്ചു. ഇത് മാത്രം നമുക്ക് കാണാൻ പറ്റും. ഇസഹാക്ക് എങ്ങനെ വിതച്ചു എന്ന് ബൈബിളിൽ പറയുന്നില്ല. ഇസഹാക്ക് വിതച്ചു, സാധാരണ കൃഷിക്കാരൻ വിതയ്ക്കുന്നത് പോലെ ഇസഹാക്ക് വിതച്ചു. പക്ഷേ ഇസഹാക്കിനൊരു സീക്രട്ട് അറിയാം. ഇസഹാക്കിന് അറിയാവുന്നൊരു സീക്രട്ട് എന്ന് വെച്ചാൽ, തുടക്കത്തിൽ വാക്യം പറഞ്ഞു, അബ്രഹാമിൻ്റെ മകനാണ് ഇസഹാക്ക്. പിതാവിങ്കൽ നിന്നും പഠിച്ച ചില സീക്രട്ടുകളുണ്ട്. ആമേൻ. എന്താണ് പിതാവിൻ്റെ നിന്ന് പഠിച്ച സീക്രട്ടുകൾ? പിതാവിൻ്റെ നിന്ന് പഠിച്ച സീക്രട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. നമ്മളതല്ലേ വാക്യത്തിൽ വായിച്ചത്? യഹോവയാണ് ഞങ്ങളുടെ സമ്പത്തിൻ്റെ ഉറവിടം. യഹോവയാണ് ഞങ്ങളുടെ എല്ലാത്തിൻ്റെ ഉറവിടം. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുതേ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം നമ്മൾ കേട്ട് ഓർക്കുന്നുണ്ടോ?
ഈ വാക്ക് എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ കൈയുടെ ബലം കൊണ്ടോ ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിക്കണം. അപ്പം നീ എന്ത് ചെയ്യരുത്? നിൻ്റെ ഹൃദയത്തിൽ പറയരുത് എൻ്റെ ശക്തി കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് സമ്പത്തുണ്ടായതെന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. ഇവിടെ തന്നെ സീക്രട്ട് ഇരിപ്പുണ്ടേ. അങ്ങനെയെങ്കിൽ എന്തു പറയണം? പറ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ പറയരുത്. എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിക്കണം. ശ്രദ്ധിച്ചൊരു വാണിംഗ് കണ്ടോ? സൂക്ഷിക്കണം. പകരം യഹോവയുടെ അനുഗ്രഹത്താൽ എനിക്ക് സമ്പത്തുണ്ടാകുമെന്ന് പറയണമെന്നില്ലേ? ഇൻഡയറക്റ്റ് ആയിട്ടാ വാക്യം ഡയറക്റ്റ് ആയിട്ടാ വാക്യം പറയുന്നുണ്ടോ? ഇങ്ങനെ പറയരുത്. ഹൃദയത്തിൽ നീ പറയാതിരിക്കാൻ സൂക്ഷിക്കണം, പക്ഷേ നീ പറയണം, യഹോവയുടെ അനുഗ്രഹത്താൽ എനിക്ക് സമ്പത്തുണ്ടാകും എന്ന് പറയാൻ തുടങ്ങുമ്പോൾ യഹോവയുടെ ശക്തി എന്ത് വ്യാപരിക്കും? ആ വിത്തിൻ്റെ മേലോട്ട് വ്യാപരിക്കും. ക്ഷാമകാലത്ത് ദേശത്തിൻ്റെ ആൾക്കാരെല്ലാം പട്ടിണി കിടന്ന് കൃഷി നശിച്ച് വെള്ളം വറ്റിപ്പോകുമ്പോൾ ഇസഹാക്കെ നീ പറഞ്ഞിട്ട് ഇട്ട വിത്തിൻ്റെ അകത്ത് മുള പൊട്ടി വരും. കാരണം നിന്റെ അകത്തിരിക്കുന്ന വാക്തത്വം, പിതാക്കന്മാരുടെ കൈമാറി വന്ന വാക്തത്വം യഹോവയാലാണിത് സംഭവിക്കുന്നത്. കണ്ടോ? യഹോവയാലാണിത് സംഭവിക്കുന്നത്. അപ്പോൾ ഓർത്തോണേ, ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുവാൻ ശീലിക്കരുത്. ഒരു സാധാരണക്കാരനെ പോലെ വിശ്വാസി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പം ചിന്തിക്കരുത്. ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ ചിന്തകളെ ട്രെയിൻ ചെയ്യിപ്പിക്കണേ. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഇസഹാക്കിൻ്റെ മനസ്സിൻ്റെ അകത്ത് മൊത്തം ഒരു ചിന്ത, ദൈവമേ മിസ്രൈമിൽ പോയിരുന്നെങ്കിൽ ഈ കട്ടകാലത്ത് ഞങ്ങൾ എന്നാ ചെയ്യുന്നുള്ള ചിന്ത ഈ ഇസഹാക്കിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഇസഹാക്ക് ആ ചിന്തയെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാവോ? യഹോവയുടെ അരുളിപ്പാടുണ്ടായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇവിടുന്ന് പോകരുത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നമ്മൾ ആ വാക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് ആദ്യം വായിച്ച വാക്യം മറന്നു പോരുതേ. നോക്കിക്കേ, നീ യഹോവ പ്രത്യക്ഷനായിട്ട് അരുളി ചെന്നാൽ നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന ദേശത്ത് പാർക്ക. ആമേൻ. ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. നോക്കിക്കേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇസഹാക്കിൻ്റെ മനസ്സിൻ്റെ അകത്തോട്ട് വരികയാണ്. അപ്പം ഇസഹാക്ക് ആദ്യം ചെയ്തത് ഉടനെ ഓടിപ്പോയിട്ട് പ്രാർത്ഥിച്ചില്ല, പകരം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തു. കണ്ടോ? ഇസഹാക്ക് ഉടനെ പരക്കാത്ത ഇരുന്നിട്ട് പറയുക, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാവും, യഹോവയുടെ സമ്പത്തുണ്ടാവും പറഞ്ഞുകൊണ്ട് ഇസഹാക്കും ഭാര്യയും മക്കളെല്ലാം ചേർന്നുകൊണ്ട് വാതിലടച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ല. പകരം അദ്ദേഹത്തിന് മനസ്സിലായി ഈ ശക്തി എവിടെയെങ്കിലും ഒന്ന് പകരണം. നോക്കിക്കേ, ഈ ശക്തിനെ എവിടെയേലും ഒന്നുകൊണ്ട് പകരണം. നോക്കിയപ്പോൾ ദേ ഇരിക്കുന്ന വിത്ത്. ആ വിത്തെല്ലാം കൂടെ പെറുക്കിയെടുത്തിട്ട് ക്ഷാമകാലത്ത് ദേശക്കാരെല്ലാം പട്ടിണി കിടക്കുമ്പോൾ ഇസഹാക്ക് ആ വിത്തെടുത്തിട്ട് എന്ത് ചെയ്തു? നിന്റെ ഹൃദയത്തിൽ നീ പറയരുത്. എന്താണ്? എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ എനിക്ക് സമ്പത്തുണ്ടായെന്ന് പറയരുത് എന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ വചനം ഈ ഇസഹാക്ക് സ്വന്തമായിട്ട് പറയുകയാണ്, ഈ വിത്തിൻ്റെ മേൽ യഹോവയുടെ അനുഗ്രഹമുണ്ട്. ഞാൻ ആ വിത്തിൻ്റെ മേലേക്ക് ഈ വചനത്തെ അങ്ങോട്ട് പകരുകയാണ്. യഹോവയുടെ അനുഗ്രഹത്താൽ എനിക്ക് സമ്പത്തുണ്ടാകും, ഞാൻ 100 മേനി കൊയ്യും. എന്നിട്ട് ആൾക്കാർ നോക്കുമ്പോൾ ഇസഹാക്ക് കണ്ടെത്തിയിരുന്നുകൊണ്ട് വിതയ്ക്കുക. പക്ഷെ ഇസഹാക്കിൻ്റെ നാവിലൂടെ ആ വിത്തിലേക്ക് ഇസഹാക്ക് ചിലത് പകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പകർന്നുകൊണ്ടിരിക്കുന്നത്? യഹോവയുടെ അനുഗ്രഹത്താൽ എനിക്ക് 100 മേനി കൊയ്യും. കണ്ടോ? അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തെ മറ്റൊന്നിലേക്ക് നിങ്ങൾ പകർത്തി കൊടുക്കണം. നോക്കിക്കേ, ബൈബിൾ പറയുന്നുണ്ട്, നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. ആവർത്തനത്തെ പുസ്തകം. കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. നിന്റെ വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. അപ്പം അതിൻ്റെ അർത്ഥം എന്തറിയാവോ? ദൈവം ചിലതിലൂടെ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവുകയാ, ചിലതിലൂടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആ ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, ബ്രദറെ, ആകെ തുച്ഛമായ വരുമാനമുള്ളൂ, ആ വരുമാനത്തിൻ്റെ മേലേക്കൊന്ന് ശക്തി അയക്കാവോ?
ക്ഷാമകാലത്ത് 5-6 വിത്തെടുത്തിട്ട് ഇസഹാക്ക് ഒറ്റ എറിയുന്നത് മാത്രമേ നാട്ടുകാർ കണ്ടുള്ളൂ. അവർ പറഞ്ഞു കാണും, ദൈവമേ ഈ ക്ഷാമകാലത്ത് ഇസഹാക്കിന് ഭ്രാന്തായോ? എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ ഇങ്ങേര് തന്റെ വിത്ത് വിതയ്ക്കാൻ വേണ്ടി പോകുന്നു. ഇസഹാക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ ആ വിത്തിന്റെ മേലേക്ക് ഇങ്ങനെ പകരുകയാണ്. പകർന്നിട്ട് താൻ എറിയുന്ന സമയത്ത് ആ വിത്ത് ഭൂമിയിലേക്ക് പതിയുമ്പോൾ നനവില്ല, ദേശത്ത് ക്ഷാമമാണ്. പക്ഷെ ആ വിത്തിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയാൽ ആ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പറഞ്ഞൊരു വാക്കുകൊണ്ടോ, യഹോവയുടെ ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. കണ്ടോ, അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. ഇപ്പോൾ ഓടിപ്പോയവരെല്ലാം 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും മടങ്ങി വന്ന പോർത്ത് കാണാൻ ഇസഹാക്കിന്റെ എല്ലും തോലും മാത്രമേ കാണത്തുള്ളൂ. ഇവർ ഞെട്ടിപ്പോയി. കാര്യം ഇസഹാക്ക് വർദ്ധിച്ചു. 2 പ്രാവശ്യം വാക്ക് കണ്ടോ, വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. ഞാൻ പലപ്പോഴും പറയത്തില്ല, നിങ്ങളുടെ പേഴ്സിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. പേഴ്സിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. പോക്കറ്റിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. എന്താ അനുഗ്രഹിക്കുന്നത്? യേശുവിന്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു. അവിടെ ദൈവശക്തിയുമായിട്ട് ജോയിൻ്റ് ചെയ്യിപ്പിക്കണം. ആദ്യം ശ്രദ്ധിച്ചോണേ, ഈ പല വിശ്വാസികൾക്കും പറ്റുന്ന കുഴപ്പം ഞാൻ പറയാറുണ്ട്. ഈ പ്രാർത്ഥന കളഞ്ഞിട്ട് ജോലിക്കകത്തോട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോയി നിൽക്കുന്നവരുണ്ട്. ബ്രദറെ, എൻ്റെ ജോലിക്കകത്ത് എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ ആഗ്രഹമുണ്ട്, ഭയങ്കര ജോലിത്തിരക്ക്. ഞാൻ പറഞ്ഞു, ലീവ് എടുത്താണെങ്കിലും ജോലിക്ക് പോകണം. ബ്രദറെ, ഒരു ദിവസം ലീവ് എടുത്താൽ സാമ്പത്തികം മൊത്തം തകർന്ന് തരിപ്പടമായിട്ട് പോകും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ രക്ഷപ്പെടാത്തത്. നിങ്ങളുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഈ വചനമാണ്. ഏത് വചനമാണ്? ഈ വചനം നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ശക്തി കൊണ്ടാണ്, എൻ്റെ കയ്യിലുള്ള ബലം കൊണ്ടാണ് എനിക്ക് സമ്പത്തുണ്ടായെന്ന് നമ്മുടെ ചിന്തയുണ്ട്. എൻ്റെ പ്രിയരെ, ആ ജോലി തന്നത് ദൈവമല്ലേ? ദൈവത്തിൻ്റെ അനുഗ്രഹത്താലല്ലേ ജോലി കിട്ടിയതാണോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മൾ വില കൊടുക്കുമ്പോൾ നമ്മൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. ബ്രദറെ, ഞാൻ നോക്കട്ടെ, എൻ്റെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. എത്ര വർഷമായി പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് കടഭാരം മാറുന്നുണ്ടോ? ഞെരുക്കം മാറുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. ബ്രദറെ, ഒരു രക്ഷയില്ല. കാരണം ഇസഹാക്കിനെ പോലെ നമ്മൾ ആകുന്നില്ല. ഇസഹാക്കിന് വേണമെങ്കിൽ യഹോവയുടെ വാക്ക് തിരസ്കരിച്ച് തനിക്ക് വേണമെങ്കിൽ മിസ്രൈമിൽ പോകാം, ഉള്ള സമ്പത്ത് വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാം. പക്ഷെ ഇസഹാക്ക് തീരുമാനിച്ചില്ല, ഈ ക്ഷാമകാലത്തും ഞാൻ ദൈവത്തിൻ്റെ നന്മ കാണും. താൻ തൻ്റെ വിത്തിൻ്റെ മേലേക്ക് അനുഗ്രഹത്തെ അങ്ങോട്ട് പകരാൻ തുടങ്ങി. ആ ശക്തിയെ അങ്ങോട്ട് പകരാൻ തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ. നോക്കി, അടുത്ത വാക്ക് കണ്ടോ, അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്തർക്ക് അവനോട് അസൂയ തോന്നി. ഹല്ലേലൂയ. കണ്ടോ, ദൈവം അനുഗ്രഹിച്ചാൽ നിങ്ങളെ കാണുന്നവർക്ക് അസൂയ തോന്നും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളെ അസൂയ തോന്നുമാറ് ദൈവം നിങ്ങളെ വളർത്തും. ബ്രദറെ, ഇപ്പം എനിക്ക് അസൂയ മറ്റുള്ളവരോട്, അതെന്നെ ബ്രദറെ, അവർക്കെല്ലാം അനുഗ്രഹം, ഞങ്ങൾക്കൊരു അനുഗ്രഹമില്ല. നമുക്കിപ്പോഴും അവരോട് എന്തുവാ? അവർക്കെല്ലാം അനുഗ്രഹമുണ്ട്, ദൈവത്തെ വിളിക്കുന്നത് ഞാൻ നടക്കുന്നതുകൊണ്ട് എൻ്റെ കുടുംബം കണ്ടോ. നമ്മളെ നോക്കിയിട്ട് അവർ പറയേണ്ട വാക്കുകളാണ് തിരിച്ച് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം നമ്മൾ ശക്തിയെ പകരുന്നില്ല. ദൈവശക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പകരുന്നില്ല. അങ്ങനെ പകരാതെ വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത് അറിയാവോ? ദൈവശക്തി പകരാതെ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തിയിലേക്ക് വരാൻ പറ്റുന്നില്ല. നമ്മൾ എവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത്? നമ്മൾ ദൈവശക്തിയെ പകരുന്നില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പകരുന്നില്ല എന്ന് പറ. ഈ പകരുന്നതിനെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ. നമ്മളെ യാക്കോബിന്റെ ലേഖനം വായിക്കുന്ന സമയത്തോടെ കാണാൻ പറ്റുമല്ലേ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമായിരിക്കുന്നത് പോലെ, അല്ല, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നന്മകളെ തുറക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മൾ പകരുന്നില്ല. നമ്മൾ പകർന്നുകൊണ്ടേ ഇരിക്കണം. ക്ഷാമകാലമാണെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയെ നിങ്ങൾ സ്പ്രെഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ അക്കൗണ്ടുകൾ തുറന്നു വെച്ചിട്ട് അത് നിങ്ങളുടെ കളപ്പുരകളാണ്.
ഇപ്പം നമ്മൾ ആരും കൊണ്ടുവന്ന് നമ്മൾ ആരും കൊണ്ടുവന്ന് കളപ്പുര വീട്ടിൽ വെക്കാൻ അരി മേടിച്ച് വെക്കാൻ ഇല്ല. ഇപ്പോൾ നമ്മുടെ സേവിങ് എന്ന് പറഞ്ഞാൽ ബാങ്കാണ്. പണ്ട് നമ്മുടെ സേവിങ് എന്ന് പറഞ്ഞാൽ കളപ്പുരകളായിരുന്നു അല്ലേ. പണ്ട് ആരും കൊണ്ട് എന്ത് ചെയ്തില്ല, എല്ലാവരും കൊണ്ട് ബാങ്കിൽ വെക്കും, ഇല്ല അലമാരിക്കകത്ത് കൊണ്ടുവെക്കുക അല്ലെങ്കിൽ പത്തായത്തിൽ കൊണ്ടുവെക്കുക അല്ലേ. ഇന്നത് മാറി. ഇപ്പം നമ്മുടെ സമ്പത്ത് മൊത്തം ഇരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ പേഴ്സിലും ബാങ്കിലും ATM-ലും ഒക്കെയാണ്. ഇതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറഞ്ഞത്, നിങ്ങൾ അതിനെ നോക്കിയിട്ട് കൽപ്പിക്കണം. ശ്രദ്ധിച്ചാൽ അവസാന ഭാഗം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ, ശ്രദ്ധിച്ച് കേട്ടോണം. ലാസ്റ്റ് പോയിന്റ്, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുണ്ടായിരിക്കണം എപ്പോഴും ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് നാച്ചുറലായിട്ടല്ല, സാധാരണ രീതിയിലല്ല. ഒരു മനുഷ്യനത് കണ്ടാൽ അവൻ അതിശയം തോന്നും. നമ്മൾ പലപ്പോഴും പറഞ്ഞു, ബ്രദറെ എൻ്റെ അക്കൗണ്ടിലോട്ട് മിറക്കിൾ മണി വന്നു, കണ്ടോ? ഇത് കേൾക്കുന്നവൻ അതിശയം തോന്നിയില്ലേ? ഇതെങ്ങനെ വന്നു, എങ്ങനെ വന്നു എന്നൊരു അതിശയം തോന്നിയില്ലേ? മിസ്രൈമിൽ ആ സമയത്ത് നോക്കി, ആ ദേശത്ത് മൊത്തം ക്ഷാമമായിട്ടിരിക്കുമ്പോൾ വചനം പറയുന്ന വാക്ക് കണ്ടോ, അവനെ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നുന്നു. കാര്യം അവർ പഠിച്ച പണി 18 നോക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്ഷാമകാലത്ത് ക്ഷേമത്തിൽ നടക്കാൻ പറ്റുന്നില്ല. പക്ഷേ ദേ ഇവിടെ 100 മേനി കൊയ്തിരിക്കുക. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാസമ്പന്നനായി തീർന്നു. എങ്ങനെ സമ്പന്നനായി തീർന്നു? യഹോവയുടെ വാക്കിനാൽ, യഹോവയുടെ അനുഗ്രഹത്താൽ, യഹോവയുടെ ശക്തിയാൽ. നോക്കിയേ, ശക്തിയാൽ. ഇസ്ഹാക്ക് ദൈവത്തിൻ്റെ ശക്തിനെ ആ വിത്തിൻ്റെ മേലേക്ക് പകർന്നു കൊടുത്തപ്പോൾ വിത്തിൻ്റെ അകത്തും 100 മേനി കൊയ്യാൻ തുടങ്ങി. പണ്ടൊരു നമ്മളെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള പല ആവർത്തി. പണ്ട് സൗകര്യ പറഞ്ഞതുപോലെ വീടിൻ്റെ, ഞാനത് നമ്മളെ പറഞ്ഞ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞു അല്ലേ, വീട് മൊത്തം ചോർന്നൊലിക്കുമായിരുന്നു. 8-10 വർഷമായിട്ട് കോൺക്രീറ്റ് ഇട്ടു തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് നോക്കി, പല കോൺട്രാക്ടർമാരെ കൊണ്ട് വിളിച്ചിട്ട് അത് റെഡിയാക്കാൻ നോക്കി, വീട് ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം വചനം കേട്ടിട്ട്, സൗകര്യ പറഞ്ഞിട്ടില്ല, വചനം കേട്ടിട്ട് ആ ചോർന്നൊലിക്കുന്ന ഭിത്തിയുടെ കൈ വെച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വീടിൻ്റെ ചോർന്നൊലിപ്പിനെ ഞാൻ കൽപ്പിക്കുന്നു, നേരെയാകട്ടെ എന്ന് പറഞ്ഞു. ആ സൗകര്യ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുക, വീട്ടുകാരത് വിശ്വാസികളായതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഭ്രാന്തായെന്ന് പറഞ്ഞാൽ. എന്നാൽ സൗകര്യ പറഞ്ഞു, 12 വർഷമായിട്ട് എത്ര ശ്രമിച്ചിട്ടും ചോർച്ച മാറുന്നില്ലായിരുന്നു, കോൺക്രീറ്റിൻ്റെ അകത്തുനിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക. അന്ന് പിടിച്ച് കെട്ടിവെള്ളി നിന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, കോൺക്രീറ്റിന് ചെവിയുണ്ടോ? ഇല്ല. കോൺക്രീറ്റിന് നാവുണ്ടോ? ഇല്ല. കോൺക്രീറ്റിന് കണ്ണോ മുക്കോ വായുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നിന്നത്? പകർന്നു, ദൈവശക്തിയെ പകർന്നു. ഹൃദയത്തിലിരുന്ന ദൈവശക്തിയെ ഒന്നിലേക്ക് പകരുവാൻ നമുക്ക് പറ്റും. അവിടെ ഒരു അത്ഭുതത്തിലേക്ക് വരുവാൻ കഴിയും. അതാണ് ഇവിടെ വാക്ക് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തിയാൽ സമ്പത്തുണ്ടാകും. നാച്ചുറൽ അല്ലത്, ശക്തി കൊണ്ട് സമ്പത്തുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ എന്ത് ചെയ്യണം? ചെല്ലുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം നാശത്തിൻ്റെ ദിവസമാണ് എന്ന് പറയാതെ ആ ജോലി സ്ഥലത്തിരുന്നുകൊണ്ട് പറയണം, ഞാനിവിടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തിയാൽ ഇവിടുന്ന് എനിക്ക് സമ്പത്തുണ്ടാകും. അസൂയയോടെ ആൾക്കാർ നോക്കാൻ വേണ്ടി പോകും. ഈ വാക്ക് മറക്കരുത്. ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാനിവിടെ അനുഗ്രഹമായി തീരും, എനിക്ക് സമ്പത്തുണ്ടാകും, എനിക്ക് സമ്പത്തുണ്ടാകും. ഇതെല്ലാ ദിവസവും പറയുമ്പോൾ ശക്തി വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയിലേക്ക് ശക്തി വെളിപ്പെടും. ആ 10 രൂപയുള്ളെങ്കിൽ പോലും അത് വർദ്ധിക്കുവാൻ തുടങ്ങും. ആ ജോലിയിലും ബിസിനസ്സിൻ്റെ അകത്തും ഇൻക്രീസ് ഉണ്ടാകും. ഒരു പ്രമോഷനും ഇല്ലാത്ത ജോലി ആയിക്കോട്ടെ, ഉറപ്പായിട്ടും ഇല്ലാത്ത പ്രമോഷൻ ഉണ്ടായി വരും. ആമേൻ. ഇല്ലാത്ത ഓപ്പർച്യൂണിറ്റികൾ തുറന്നു വരും, ഇല്ലാത്ത ഡോറുകൾ തുറന്നു വരും. ദാരിദ്ര്യം പിടിച്ചുകൊണ്ടിരിക്കരുത്. ദാരിദ്ര്യം വഴിപോക്കനെ പോലെ വരുമെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ദാരിദ്ര്യം എനിക്കുള്ളതല്ലെന്ന് അതിൻ്റെ അർത്ഥം. നോക്കിക്ക്, ആ വാക്ക് കണ്ടോ? നിങ്ങൾ ആ വാക്ക് കണ്ടോ? സദൃശവാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എടുക്കാം. നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെ വരും. അപ്പോൾ ബുദ്ധിമുട്ട് എന്നുള്ള വാക്ക് കണ്ടോ? കഷ്ടത. ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ദാരിദ്ര്യം, ബുദ്ധിമുട്ട്. അതുപോലെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എന്തിനും കുഴപ്പമില്ല, ഞാൻ കർത്താവിനെ സേവിക്കും. എന്തിനാ അങ്ങനെ പറയുന്നത്? ദൈവം നന്നതാണ് ദാരിദ്ര്യം? അല്ല, തമ്പുരാൻ നന്നതാണ് ബുദ്ധിമുട്ട്. പിന്നെ എന്തിനാ ഞാൻ ഇതും വെച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നു പറയാൻ? കർത്താവ് പറയും, നീ എന്തിനാ അതും വെച്ചുകൊണ്ട് സേവിക്കുന്നത്? ഞാൻ അതല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അനുഗ്രഹത്താൽ, എൻ്റെ ശക്തിയാൽ നിനക്ക് സമ്പത്തുണ്ടാകുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെ ദൈവശക്തി പറയണം. ഇനി ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സിനെ, ഞാൻ ഈ പേഴ്സ് എന്ന് എപ്പോഴും പറയുന്നത്, അതിൻ്റെ അകത്ത് നമ്മുടെ ATM കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ ഫിനാൻസ് വരുന്ന ഒരു സ്ഥലം, അതാണ് ഈ പേഴ്സ് ATM ഒക്കെ അല്ലേ. ഫിനാൻസ് വരുന്ന സ്ഥലം കളപ്പുര. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞ പോലെ കളപ്പുര. നോക്കി ആ വാക്ക്, യഹോവ നിന്റെ കളപ്പുരകളെ നീ തുടർന്ന് എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കും. നോക്കിക്ക്, ഈ വാക്ക് മറക്കരുത്.
യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും. അപ്പം ഞാൻ തൊടണം. ആ വാക്ക് കണ്ടോ? യഹോവയെ ഞാൻ പ്രഖ്യാപിക്കണം, ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യണം, ഞാൻ തൊടുകയും ചെയ്യണം. ആവർത്തന പുസ്തകം 28-ാമത്തെ വാക്യം അല്ലേ? യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ എന്നുള്ള വാക്ക് കണ്ടോ? യഹോവ 8-ാം വാക്യം 22-8 കണ്ടോ? യഹോവ എൻ്റെ കളപ്പുരകളിലും ഞാൻ തൊടുന്ന എല്ലായിടത്തും. അപ്പം ഞാൻ തൊടണ്ടേ? നിങ്ങൾ തൊടണോ വേണ്ടയോ? ഒന്ന് പറഞ്ഞു പെട്ടെന്ന്. തൊടണോ വേണ്ടയോ? മ്യൂട്ടായി കിടക്കും അല്ലേ? സോറി, മ്യൂട്ടായിരിക്കും. കണ്ടോ? അപ്പൊ ഞാൻ എൻ്റെ കളപ്പുരയായ എൻ്റെ പേഴ്സിനെയും, അവിടെ ഈ സാലറി മൊത്തം വരുന്നല്ലേ, അവിടെയാണ് ഈ കാശെല്ലാം അവിടെ നിന്നാണ് ഈ സാമ്പത്തികം മുഴുവൻ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തൊടണം, തൊട്ടു കൽപ്പിക്കണം. ഇസ്ഹാക്ക് പെരയ്ക്കാതിരുന്നില്ല, പകരം ആ വിത്തെടുത്തോട്ട് ക്ഷാമമുള്ള ദേശത്തേക്ക് യഹോവയുടെ നാമത്തിൽ എന്ത് ചെയ്തു? ഞാൻ വർദ്ധിക്കും, യഹോവയുടെ ശക്തിയാൽ ഈ ക്ഷാമകാലത്ത് എനിക്ക് സമ്പത്തുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വിത്തെറിയാൻ തുടങ്ങി. ഞാൻ ചിന്തിക്കുക, ആ കൃഷിയിടത്ത് പോയിട്ട് എല്ലാ ദിവസവും അദ്ദേഹം പറയും, ഞാൻ സമ്പത്തുണ്ടാകും കേട്ടോ. ശക്തിയെ പകരുകയാണ്, ശക്തിയെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ശക്തി പകരുമ്പോൾ അവിടെ വർധനവുണ്ടാകും. വർദ്ധിച്ച് സമ്പന്നനായി തീർന്നു. ഫെലിസ്ത്യൻ കണ്ടിട്ട് അസൂയ തോന്നി. ഇതെന്നാ പരിപാടിയാണ്? ഞങ്ങൾ ലോട്ടറി എടുത്തിട്ട് പോലും രക്ഷപ്പെടുന്നില്ല. ഇവിടുത്തെ കണ്ട ഒരു പുള്ളി ചുമ്മാ എന്ത് തൊട്ടാലും അനുഗ്രഹമാണ്. കാരണം ആക്ടിവേറ്റ് ചെയ്യണം. ബ്രദർ, ഇതെന്തുവായി പറയുന്നത്? എല്ലാ ദിവസവും ATM പിടിച്ച് കൈവച്ചാൽ എന്നവായി സംഭവിക്കാൻ പോണത്? ഒന്ന് ചെയ്ത് നോക്കി. ആ പേഴ്സിൻ്റെ അകത്തൊന്ന് മിറക്കിൾ മണികൾ വരുന്നത് കാണാൻ പറ്റും. ഞാൻ വരുന്ന ദിവസങ്ങളിൽ ബാക്കി നമുക്ക് പറയാവേ. നമുക്കിന്ന് വൈകിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുള്ളവർക്ക്, ഞാൻ നിർബന്ധിക്കുന്നില്ല, രാത്രിയാണ് 11 മണിക്ക് എന്താ നമ്മുടെ പ്രാർത്ഥന ഉള്ളത്? എന്ത് പ്രാർത്ഥനയുള്ളത്? എവിടെയാ ഉള്ളത്? നമ്മുടെ സൗദിയിൽ പ്രയർ സ്റ്റേഷൻ്റെ പ്രാർത്ഥന ഇന്ന് നടക്കുവാണ്. അപ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം അതായിരുന്നു. ഇന്ന് രാത്രിയിൽ ഇന്ത്യൻ സമയം 11 മണിക്കും UK ടൈം 6:30-ക്കും അവിടുത്തെ സമയം 8:30-ക്കുമാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് പ്രയർ സ്റ്റേഷൻ്റെ പ്രാർത്ഥന 2ാമത്തെ പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത്. ആഗ്രഹിക്കുന്നവർ, അതിന് നിർബന്ധമൊന്നുമില്ല. ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, ജോലിയുള്ളവർക്ക് കിടക്കാം. ഇനി ബ്രദറെ ഞാൻ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് നമ്മുടെ സെയിം ലിങ്ക് തന്നെയാണ്, അതേ ലിങ്ക് തന്നെ ഉപയോഗിച്ചാൽ മതി. ആ സമയത്ത് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, നമുക്ക് അവരോടൊപ്പം പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, നിർബന്ധമില്ല. ആഗ്രഹമുള്ളവർക്ക്, ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണ്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് അതിൽ പങ്കുചേരാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച്. അപ്പോൾ ഈ വചനം പറക്ക് നാളെ ഞാനിത് ചോദിക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ മിറക്കിൾ മണി നമുക്കുണ്ടാകുന്നു. ഇത് കേൾക്കുമ്പം ആർക്കെങ്കിലും നിങ്ങൾക്ക് സങ്കടം തോന്നരുത്. മിറക്കിൾ മണിയൊക്കെ നമുക്കുണ്ടാകും. എങ്ങനെ സറാഫാത്തിലെ എങ്ങനെയാണ് കിരീടത്തോട്ടിലേക്ക് നന്മ വന്നതെന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി പോവുക. അസൂയ തോന്നുന്ന പോലെ ആൾക്കാർ നോക്കാൻ വേണ്ടി പോവുക. ഇങ്ങനെ ജീവിച്ചാൽ പോരാ. നമ്മളാകെ 10 രൂപ ദശാംശം കൊടുത്ത് എൻ്റെ ജീവിതത്തിൽ ബ്രദറെ കർത്താവ് വല്ലതും തരുമെന്ന് ഓർത്തിരിക്കുന്നില്ല. ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. ആ ശക്തിയെ നമ്മൾ ഇപ്പം നമുക്ക് മനസ്സിലായി. നാളെ ഞാൻ ഇവിടുന്ന് ചോദിക്കുവേ എങ്ങനെ പകരുന്നതെന്ന്. നന്ദി യേശുവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഈ സമയത്ത് ശരീരത്തിൻ്റെ അകത്ത് ഏതെങ്കിലും വേദനയാൽ ഭാരപ്പെടുന്ന ആൾക്കാരുണ്ടോ? ശരീരത്തിൻ്റെ അകത്ത് എനിക്കൊരു സൗഖ്യം വേണം, എനിക്കൊരു വിടുതൽ വേണം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് കേട്ടെ. ഇനി ഇതിന് ശേഷം ഞാൻ ചോദിക്കും, ശരീരത്തിൻ്റെ അകത്ത് ആ വേദനയ്ക്കകത്ത് വ്യത്യാസമുള്ളവർ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന വ്യത്യാസം, അത് നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റിയത് പറയാൻ കഴിയുന്നവരത് പറയണം. ഒരു നിമിഷം ഞാൻ കൽപ്പിക്കാൻ വേണ്ടി, നമുക്ക് ഒരുമിച്ച് കൽപ്പിക്കാൻ വേണ്ടി പോവാം. ദൈവത്തിൻ്റെ ശക്തി ആ കൈയെടുത്ത് നിങ്ങൾ വന്ന് നോക്കിയേ. യഹോവ നിങ്ങളുടെ കളപ്പുരകളെയും നിങ്ങൾ തൊടുന്ന എല്ലായിടത്തും ഒന്ന് തൊട്ടേ, ആ ശരീരത്തെ വെള്ളം തൊട്ടേ, ഒന്ന് കൽപ്പിക്കാൻ വേണ്ടി പോവാം. യേശുവിൻ്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കാൻ വേണ്ടി പോവാം. കർത്താവായ യേശുവിൻ്റെ അടിപ്പിണരാൽ രോഗികളായി ഭാരപ്പെടുന്നവർ പറഞ്ഞു, യേശുവിൻ്റെ രോഗത്തെ ക്രൂശിൽ അനുഭവിച്ചു. ധൈര്യത്തോടെ പറ, ഞാൻ ഇനി അനുഭവിക്കേണ്ട കാര്യമില്ല. യേശുവിൻ്റെ വേദന ക്രൂശിൽ അനുഭവിച്ചു, ഞാൻ ഇനി അനുഭവിക്കേണ്ട കാര്യമില്ല. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആന്തരിക അവയവങ്ങളായിക്കോട്ടെ,
പുറമേയുള്ള അവയവമായിക്കോട്ടെ, വേദനകളായിക്കോട്ടെ, രോഗശക്തി ആയിക്കോട്ടെ, രോഗത്തിൻ്റെ ദുരാത്മാക്കളായിക്കോട്ടെ, പൈശാചിക ബന്ധനങ്ങളായിക്കോട്ടെ, ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ വേദന വേരോടെ അത് ഇതിൽ നിന്ന് ഞങ്ങൾ പിഴുതെടുക്കുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആ ശരീരത്തിൻ്റെ മേൽ ഇപ്പോൾ തന്നെ ദൈവശക്തിയാലുള്ള സൗഖ്യത്തെ ഉറപ്പിക്കുകയാണപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ യേശുവേ, അത്ഭുതകരം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ സംഭവിക്കുകയാണ്. കർത്താവിൻ്റെ മുറിവ് നിങ്ങളുടെ സൗഖ്യമാണ്. കർത്താവിൻ്റെ മുറിവ് നിങ്ങളുടെ ആരോഗ്യമാണ്. കർത്താവിൻ്റെ മുറിവ് നിങ്ങളുടെ വേദനകളുടെ മേൽ അത്ഭുത സൗഖ്യമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വേദന വിട്ടുമാറുന്നു. ആ രോഗത്തെ ഞങ്ങൾ പിടിതെടുക്കുന്നപ്പോൾ കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ റാശാന്തന റിയാം ദനേഹ ശാന്തരിയാന്തിരി. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകുക, സാമ്പത്തിക നന്മകൾ ഉണ്ടാകുക, ഞെരുക്കങ്ങൾ ഇപ്പോൾ വിട്ടുമാറുക, പൈശാചിക നുഖങ്ങൾ വിട്ടുമാറുകയാണ്. സാമ്പത്തിക കുരുക്കുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചുവിടുന്നപ്പോൾ മിറക്കിൾ മണി റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ഇന്ന് പ്രാർത്ഥിച്ച വ്യക്തികളൊന്ന് ചെക്ക് ചെയ്തേ. ഇന്നിപ്പം ആ രോഗമുണ്ട്, വേദന ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഒന്ന് ചെക്ക് ചെയ്തേ. എന്താണ് നിങ്ങൾക്കിപ്പോൾ അവിടെ ഫീൽ ചെയ്യുന്നത്? ഞാനിപ്പോൾ ചോദിക്കും. അതിന് മുമ്പായിട്ട് എനിക്ക് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു ജോളി എന്ന് പറഞ്ഞ കുറേ ജോളിമാർ ഈ പ്രാർത്ഥനയ്ക്കുണ്ട്. പക്ഷേ ജോളിയുടെ പേരിൻ്റെ കൂടെ ഞാൻ പീറ്റർ എന്ന് പറയുന്ന ഒരു പേരിനെ കാണുന്നുണ്ട്. ജോളിയുടെ കൂടെ ഒരു പീറ്റർ എന്ന് പറയുന്ന ഒരു പേരിനെ കാണുന്നുണ്ട്. ഇത് രണ്ട് പേരുകളും ഒന്നിച്ചുള്ള ഭവനം ഏതാണോ, ഏത് ഭവനത്തിലാണോ ആ രണ്ട് വ്യക്തികളുടെയും പേരുകൾ നിൽക്കുന്നത്, ആ വ്യക്തി ആരാണോ, ഏത് ജോളിയാണോ, ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കുറേ ജോളിമാരിനകത്തുണ്ട്. പക്ഷേ പീറ്റർ എന്നുള്ളൊരു പേരും കൂടെ കർത്താവ് എന്നെ കാണിക്കുവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ശക്തിയെ ഒന്ന് സ്വീകരിച്ചു. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. ആമേൻ പറഞ്ഞ് ആ കുടുംബം സ്വീകരിച്ചോണേ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവേ, ഞങ്ങളിപ്പോൾ റിലീസ് ചെയ്യുന്നപ്പ ആ വ്യക്തി ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. എന്റെ ഫ്രണ്ട് പറഞ്ഞു സിസ്റ്ററെ. എന്റെ ഫ്രണ്ട് ജോളി പീറ്റർ കുറച്ച് സാമ്പത്തികമായിട്ട് ഒന്ന് ഡൗൺ ആയിരിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്റർ. നിങ്ങളിലൂടെ കർത്താവ് ആ കുടുംബത്തെ വിടിവിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ അവിടെ ദൈവം തുറക്കാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവ്. ഈ ശരീരത്തിൻ്റെ മേൽ ചെക്ക് ചെയ്തെത്ര പേരുണ്ട്? ഇപ്പോൾ ആ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? എനിക്കൊരു വേദന ഉണ്ടായിരുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായത്? പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് അവിടെ ഒരു എപ്പോഴും ഒരു വേദനയാണ്. ഇപ്പൊ അല്പം മാറ്റമുണ്ട്. കേട്ടെ, വേദനയായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാറ്റം വന്നവര്. വേദനയായിട്ടല്ല, ഇൻഫെക്ഷനാണ് ബ്രദറെ. ഉള്ളിലുള്ള ഇൻഫെക്ഷൻ ഉണ്ട്. ഒരാഴ്ചയായിട്ട് പഴുപ്പ് പോലെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ നാളെ ഇരിക്കുക. ഇത്രയും നാളായിട്ട് പോയില്ല, ഇൻഫെക്ഷന്. അത് അത്ഭുതമായി കഴിഞ്ഞ കേസ് നാളെ ഡോക്ടറെ കാണിക്കുമ്പോൾ അവിടെ അത്ഭുത പ്രവൃത്തി അവിടെ സംഭവിച്ചിരിക്കുന്നു. നന്ദി യേശുവേ. ഒന്ന് ചെക്ക് ചെയ്ത്
മാറിയവരാ സിസ്റ്റർ ഞാൻ ചോദിക്കുന്നത്? ആ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, സൗഖ്യം നമ്മുടെ അവകാശമാണ്. വേദനയല്ല നമ്മുടെ അവകാശം, ആരോഗ്യമാണ് നമ്മുടെ അവകാശം. അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്ത്, നിങ്ങളുടെ ബോഡി ചെക്ക് ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണോ നിങ്ങളുടെ അകത്തുണ്ടായ വ്യത്യാസം, അത് കർത്താവ് നിങ്ങൾ പ്രൈസിലോടെ ബ്രദറെ, ഞാൻ കുഞ്ഞിനെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് കഫക്കെട്ടിന്റെ ശല്യം കൊണ്ട് ഒരു സൈസ് വല്ലാത്ത ശബ്ദം വന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ഞാൻ അവന്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ അത് കേൾക്കുന്നില്ല, അവൻ ഉറക്കത്തില്ല. നന്ദി കർത്താവ്, കുഞ്ഞിനെ വിടിവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത ആള് ചെക്ക് ചെയ്തേ, എന്താണോ കർത്താവ് നിങ്ങളുടെ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന വ്യത്യാസം ഒന്ന് ചെക്ക് ചെയ്തേ. അതോടൊപ്പം തന്നെ ഇത് പറയുന്നവർ പറഞ്ഞോണം, മ്യൂട്ട് മാറ്റി ഇതിനിടയ്ക്ക് പറയാം. അതോടൊപ്പം തന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ഈ ശ്രുതി എന്ന് പറയുന്ന മോളുള്ള, ശ്രദ്ധിച്ചോണേ, ശ്രുതി എന്ന് പറയുന്ന തലമുറയുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ സ്പർശിക്കുന്നു. ആ കുടുംബത്തിൽ തന്നെ ഒരു ആൺ തലമുറയെ ദൈവം എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു ചിത്രം, ആ ഒരു ചിത്രം ഇങ്ങനെ മടങ്ങിക്കിടക്കുക. അങ്ങനെ ഒരു ഒട്ടിച്ചു വെച്ച ഒരു ചിത്രം, അതിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ മടങ്ങിക്കിടക്കുന്ന ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. അത് നമ്മൾ അടർന്നു പോകുന്ന പോലെ കാണിക്കത്തില്ല, അങ്ങനെ ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുവാണ്. ആ ഭവനവുമായിട്ട്, പ്രത്യേകിച്ച് ഈ ശ്രുതി എന്ന് പറയുന്ന തലമുറയുള്ള വ്യക്തി ആരാണോ ഇപ്പോൾ യേശുവിന്റെ ബ്രദറെ, ഞാൻ എന്റെ മോളാ ശ്രുതി, മോനുണ്ട്, ആദർശ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് ഇങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഞാനൊരു ചിത്രം ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് പോലൊരു കാഴ്ച ആ കുടുംബത്തിന് വേണ്ടി കാണുവാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ നിലവിളി കേൾപ്പിക്കുമെന്ന് വാദിക്കുന്ന ദുഷ്ടപിശാചിൻ്റെ പ്ലാനുകൾ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുകയാണ്. അത്ഭുതകരമായ പ്രവൃത്തികൾ കർത്താവ് അവിടെ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ ഇനി ചെക്ക് ചെയ്ത് ശരീരത്തിന്റെ മേലൊരു മാറ്റമുള്ള ആളുകളൊന്ന് ചെക്ക് ചെയ്ത്, ആ വേദനയായി ഭാരപ്പെട്ടവർ യേശുവിന്റെ നാമത്തിൽ ബ്രദറെ, ശ്രുതി എന്ന് പറഞ്ഞ എനിക്ക് മകളുണ്ട്, പിന്നെ എനിക്ക് ശ്യാംകുമാർ എന്ന് പറഞ്ഞ മകനുണ്ട്. ഈ പറയുന്ന പോലെ ഒരു ചിത്രം ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. ഒരു സൈഡ് ഇങ്ങനെ വിട്ടിരിക്കുവാണ്, ആ ചിത്രത്തിൽ ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ അകത്ത് ആ കുടുംബമാണ് കർത്താവ് എന്നെ കാണിക്കുന്ന അടയാളം. ആ മുറിക്കകത്ത് അന്വേഷിക്കുക. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ആ പ്രവൃത്തി ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ. നന്ദി യേശു, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നല്ലോ. നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ അത്ഭുത കരം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെട്ടവര് പ്രാർത്ഥിച്ചവരൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണമേ. കൽപ്പിച്ചേടെ, കർത്താവെ, സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. വേദനയല്ല എൻ്റെ അവകാശം, സൗഖ്യമാണ് എൻ്റെ അവകാശം. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ പറയാൻ വേണ്ടിയാണോ? പറഞ്ഞു. ബ്രദറെ, എന്റെ മകളുടെ പേര് ശ്രുതി എന്നാണ്. എനിക്കൊരു മകനും കൂടെ ഉണ്ട്, അവൻ പടം വരയ്ക്കുന്നതാണ്. ഈ ചിത്രം ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മടങ്ങി കിടക്കുവാണ്, ഒരു സൈഡ് വിട്ടിരിക്കുന്നത് പോലൊരു ചിത്രം ഞാൻ കണ്ടോണ്ടിരിക്കുക. അങ്ങനെ മടങ്ങിയ പടം ഇങ്ങനെ ചുരുട്ടി അവൻ വരച്ച പടങ്ങൾ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. മുറിക്കകത്താണോ? മുറിക്കകത്ത്. ആ മുറിയിൽ പോയി നോക്കുക, ഒരു പടം എങ്ങനെ മറിഞ്ഞു കിടക്കുന്നത്, അതായത് ഒരു സൈഡ് മാത്രം കമന്ന് കിടക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ കാണുന്നത്. ഒന്ന് പോയി ചെക്ക് ചെയ്യുക. കർത്താവ് ഇന്ന് ആ കുടുംബത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. ബാക്കി എല്ലാവരും ഇത് പറയാനുള്ളവരാണ് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പ്രവൃത്തി ഓരോ വ്യക്തികളുടെ മേൽ സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ.
അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേര് കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ലില്ലിക്കുട്ടി എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനുള്ളത് ഇങ്ങനെ ആ ഒരു വിളിക്കുന്ന ഒരു വ്യക്തി വിളിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുവാണ്. ആ വിളിക്കുമ്പോൾ തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ അകത്ത് ഈ യെസ് എന്ന് പറയുന്ന ഒരു അക്ഷരം ഒരു വ്യക്തി ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു. ഈ വ്യക്തി ഇങ്ങനെ വിളിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുവാണ്. ഈ വ്യക്തിയുടെ പേര് അതിനങ്ങനെ പറഞ്ഞത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ ബ്രദർ പറഞ്ഞു. ബ്രദർ എന്റെ മദറാണ് ലില്ലിക്കുട്ടി, എന്റെ ബ്രദറാണ് സാബു. എസ് എന്ന് തുടങ്ങുന്നല്ലേ. ഈ വ്യക്തി ഇങ്ങനെ വിളിക്കുന്നതായിട്ടൊരു വിളിപ്പേര് പോലെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് സിസ്റ്ററെ. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യാൻ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ പേര് തുടങ്ങുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി കാണാൻ വേണ്ടി പോവാനാണ് പറയുന്നത്. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ കൃപ പെരുകുന്നല്ലോ. ഓരോ വ്യക്തികളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നല്ലോ, ദൈവകൃപ വ്യാപരിക്കുന്നല്ലോ. കർത്താവ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നന്മയുണ്ടാകട്ടെ, ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി ഓരോ വ്യക്തികളുടെ മേൽ നിന്ന് വെളിപ്പെടുമ്പോൾ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ ഇങ്ങനെ ഈ സാംകുട്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. സാംകുട്ടി എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ, ഈ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ തൊടുന്നതായിട്ട് കർത്താവ് പറയുക. നീ അടയാളമുള്ള ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തികൾ ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. ആ കുടുംബം ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ പ്രവൃത്തി ആ കുടുംബത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. പറയാൻ വേണ്ടിയാണോ മാറ്റിയത്? മാർച്ച് മാസത്തിൽ ജനിച്ചത് ഞാനാ പാസ്റ്റർ. ഇന്ന് ആ സാംകുട്ടി എന്ന് പറയുന്ന ആരായിരുന്നു സിസ്റ്റർ അവിടെ കുടുംബത്തിൽ? ബ്രദറാണ്. അത് ബ്രദറാണ് സാമുവലിനാണ്. സാംകുട്ടി എന്നാ സിസ്റ്റർ ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നത്. ബ്രദറെ, ഹലോ ബ്രദർ. പറഞ്ഞു. എന്റെ ബ്രദറാണ് സാംകുട്ടി. എന്റെ മോനാണ് മാർച്ച് മാസത്തിൽ ജനിച്ചത്. ബ്രദറാണ് സാംകുട്ടി, മാർച്ച് മാസം ജനിച്ച മോനല്ലേ? മോനാണ്. ഇന്ന് ഇവർ രണ്ടുപേരെയും ചേർത്ത് ബ്ലോക്കായി നിൽക്കുന്ന ഒരു മേഖല കർത്താവ് ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ തുറക്കാൻ വേണ്ടി പോകാമെന്നാണ് പറയുന്നത്. ആ വ്യക്തിക്കുണ്ടായ അനുഭവം ഈ തലമുറയ്ക്കും ഉണ്ടാകുമെന്ന് ഇന്ന് പ്ലാൻ ചെയ്ത പിശാചിന്റെ പ്രവർത്തികൾ ഇപ്പോൾ കുടുംബം വിട്ട് മാറിപ്പോകുന്നു. രണ്ടുപേരെയും ഫലം കായ്ക്കുന്നവരാക്കി തീരും. സഹോദരന്റെ ജീവിതത്തിൽ ബ്ലോക്കായി പോയത് അതേ ജനനത്തിൽ സംഭവിച്ച വ്യക്തിയുടെ മേലേക്കും പകരാൻ നോക്കിയ പ്ലാനുകൾ ക്യാൻസൽ ആകുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച ഓട്ടോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കുന്നു. നന്ദി യേശുവേ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച സിസ്റ്റർ യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ ഈ നടുവേലിൽ എന്ന് പറഞ്ഞ ഒരു വീട്ടുപേര് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. നടുവേലിൽ എന്ന് പറയുന്ന ഈ വീട്ടുപേരിലോട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് ഇങ്ങനെ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ഈ ഗേറ്റ് കൊണ്ടുള്ള ഒരു ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രം, ഒരു ഫോട്ടോയിൽ ചിത്രം ഞാൻ ആ ഭവനത്തിൽ കാണും. അതായത് ഒരാളുടെ ഫോട്ടോയാണ്. പക്ഷെ ആ ഫോട്ടോ ഈ ഗേറ്റിൻ്റെ അടുത്തോട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ എടുത്ത ഒരു ചിത്രം ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, പ്രത്യേകിച്ച് ഈ ഫോട്ടോ ഇരിക്കുന്ന ഭവനം ഏതാണോ, ഏത് കുടുംബത്തിലാണോ, ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകുന്നു. സകല ശാപത്തിൽ നിന്നും ദൈവം ആ കുടുംബത്തെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് കുടുംബത്തിൻ്റെ അവസ്ഥകളെ ഇന്ന് മാറ്റാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കട്ടെ. ആമേൻ പറഞ്ഞെടുത്തോണേ. സുമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ആ ഭവനത്തിൻ്റെ മേൽ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. നന്ദി കർത്താവേ.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഈ ഷാരോണിൻ്റെ പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഞാൻ ഈ ഷാരോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് തന്നെ എൻ്റെ ഉള്ളത്തിൽ ആ കുടുംബത്തിൻ്റെ അകത്ത് ഈ ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. ഈ ജനുവരി മാസം 2 വ്യക്തികളുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുക. 2 വ്യക്തികളുടെ ജനനം ജനുവരി മാസത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ആ കുടുംബം ഏതാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഈ 2 ജനനവുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ മകളാണ് ഷാരോൺ. മോള് ജനിച്ചത് ജാനുവരി 26. എന്റെ ബ്രദറിന്റെ മോള് ജനിച്ചത് ജാനുവരി. 2 പേര് ഒരേ ഡേറ്റ് അല്ലേ? സ്ത്രീ കാര്യം വല്ലോടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല പാസ്റ്റർ. ഷാരോൺ ജനിച്ചത് ജനുവരിയിലാണ്. ജനുവരി 26. എന്റെ ബ്രദറിന്റെ മോള് ജനുവരി 12. ആമേൻ. ഇന്ന് 2 കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് വായിച്ച 2 ജനുവരി മാസം എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2 തലമുറയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചോണം. തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ കർത്താവ് തുറക്കും. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഷാരോണിൻ്റെ മേൽ തുടങ്ങുന്ന ദൈവപ്രവൃത്തി അതേ ജനുവരി മാസത്തിൽ ജനിച്ച മറ്റു വ്യക്തിയുടെ മേലേക്കും പകരാൻ വേണ്ടി പോവുക. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇനി ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. രോഗത്താൽ വേദനയാൽ ഭാരപ്പെടുന്നൊരു കൈയെടുത്ത് വെച്ച് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൽപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഒന്ന് കൈയെടുത്ത് വെച്ച് വേദനയാൽ ഭാരപ്പെടുന്ന, രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ, യേശുവിൻ എൻ്റെ കൂടെ പറഞ്ഞ് വേദനയാലും രോഗത്താലും ഭാരപ്പെടുന്നു മെഡിക്കൽ റിപ്പോർട്ടുകൾ ഒന്ന് വിശ്വാസാൽ കൽപ്പിച്ച് ഇന്ന് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ, എൻ്റെ ശരീരത്തിൽ കത്തിവെക്കാതെ തന്നെ ഞാൻ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ വേണ്ടി പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സർജറികൾ മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ കർത്താവെ, ജീവിതത്തിൽ തുടങ്ങിയ കർത്താവ് എല്ലാ അലർജി രോഗങ്ങളും, കർത്താവെ ജീവിതത്തിൽ മുഴുവൻ നിൽക്കുന്ന എല്ലാവിധമാകുന്ന ഈ ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടുകൾ, എല്ലാ രോഗങ്ങളും, എല്ലാ ശക്തികളെയും ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നപ്പ. ജീവിതം കർത്താവ് ജനിച്ച കാലം മുതൽ ഈ നിമിഷം വരെ നിൽക്കുന്ന രോഗങ്ങൾ, ഇപ്പോൾ തന്നെ കാലപ്പഴക്കം ചെന്ന രോഗങ്ങൾ, പൈശാചിക ശക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ അതിനെ വെട്ടിമാറ്റുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് അനോയിന്റിങ് ഈസ് മൂവിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ അവിടെ സംഭവിക്കുന്നല്ലോ അപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുടെ സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനുശേഷം നമ്മൾ സാക്ഷ്യങ്ങളെ പറയുന്ന അവസരമാണ്. നമുക്ക് പ്രാർത്ഥന വൈകിട്ടുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മൾ ഏപ്രിൽ മാസത്തിന് വേണ്ടിയുള്ള വിതയ്ക്കുന്ന ടൈമാണിത്. ഏപ്രിൽ മാസം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നന്മകൾ കൊയ്യുവാനും വിതയ്ക്കുവാനുമുള്ള സമയങ്ങളാണ്. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ സ്വിഫ്റ്റ് കോഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്ക്. ഞാൻ ആ സ്വിഫ്റ്റ് കോഡ് ചോദിച്ചവർക്ക് അതിൻ്റെ അകത്തുണ്ടത്. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഉറവകൾ തുറന്നു വരുന്നല്ലോ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ നന്മകളുണ്ടാകട്ടെ, വാഴ്ച നടക്കട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്മ കൊണ്ട് നിറയ്ക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് തുറന്ന വഴികൾക്കായി സ്തുതിക്കുന്നു. വലിയ പ്രവർത്തികൾക്കായി നന്ദി പറയുന്നു. ഈ സമയത്ത് നമുക്ക് സാക്ഷ്യമുള്ളവർ, ഒരേ ആലോചന ഒരേപോലെ വരുന്നവരെടുത്ത് പറയേണ്ട. ഈ സമയത്ത് കർത്താവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ മേലെ ഒരു പ്രവൃത്തി വന്നിരിക്കുന്നു എന്നൊന്ന് ചെക്ക് ചെയ്തവർ മാത്രം, ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞോട്ടെ. അജാസ്റ്റ സ്വിഫ്റ്റ് കോഡ് ഇട്ടിട്ടുണ്ട്. സ്വിഫ്റ്റ് കോഡ് ചോദിച്ചവർക്ക് അവിടെ കാണാൻ പറ്റും. സാക്ഷ്യമുള്ളവർ മ്യൂട്ട് മാറ്റി പറഞ്ഞോട്ടെ. പറഞ്ഞു. ബ്രദർജി, എനിക്ക് ഭയങ്കര പുറത്തുവേദന, ഈ സൈഡ് തന്നെ ഏനിന് വേദനയായിരുന്നു ഭയങ്കരം കുറച്ച് നാളുകൾ മുതൽ. ഇപ്പോൾ ആശ്വാസമേ വന്നിട്ടുള്ളൂ. അധികമായിട്ട് വേദന, ആ പുളച്ചിൽ വേദനയിൽ നിന്ന് ഒരു ആശ്വാസം വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എനിക്ക് രോഗസൗഖ്യം വരും. പിന്നെ അത് കുറച്ച് കഴിയുമ്പം പിന്നെ അത് വന്നോണ്ടേ ഇരിക്കുന്നു.
അതാണ് എന്റെ രോഗം. അത് തീർത്ത് മാറിപ്പോകുന്നില്ല. തീർത്തും മാറാൻ വേണ്ടി ഒറ്റ വഴിയുള്ള സിസ്റ്റർ ഇന്ന് മുതൽ പറഞ്ഞോണം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, രോഗത്തിന് എൻ്റെ മേലെ അവകാശമില്ല കേട്ടോ. ഇതൊന്ന് പറഞ്ഞു തുടങ്ങിക്കോ, ഇനി മേലാല രോഗം വരത്തിലോട്ടോ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇത് ക്യാൻസൽ ചെയ്യുന്നപ്പ ഇന്ന് മുതൽ ഇത് പറഞ്ഞു കേട്ടോ. ഞാനൊരു സാക്ഷ്യം പറയട്ടെ. പിന്നെ 29-ാം തീയതി ഞാൻ വയനാട്ടിലാണ്. 29-ാം തീയതി എറണാകുളത്ത് നടന്ന മീറ്റിങ്ങിൽ എന്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു, നീതു. അപ്പൊ അവൾ ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിരുന്നു, കുറെ പ്രശ്നങ്ങളായിട്ടാണ് അവള് വന്നത് അവിടെ പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷെ അവിടെ വന്നപ്പോ അവളതെല്ലാം മറന്നുപോയി. തൊട്ടടുത്തിരുന്ന ഒരു ഉഷ എന്നുള്ള സഹോദരി ഉണ്ട്. ആ സഹോദരി നടുവേദനയിൽ വന്നു, അവള് പ്രാർത്ഥിച്ചു, സൗഖ്യം വന്നു. അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ അനേകർക്ക് വേണ്ടി ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. പിന്നെ അവളിങ്ങനെ ബഡ്സ് സ്കൂളിൽ ടീച്ചറാണ് എറണാകുളത്ത്. അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് അന്നതുപോലെ പാസ്റ്ററോട് ഇങ്ങനെ പ്രാർത്ഥന വിഷയം പറഞ്ഞു. അപ്പൊ എന്റെ സഹായ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്ന അവൾ ആ വചനം പറഞ്ഞിരുന്നു. അങ്ങനെ അവൾക്ക് ആ ജോലി അവിടെ ലഭിച്ചു. അപ്പൊ പിന്നെ എനിക്കൊരു മോനും കൂടെ ഉണ്ട്. മോന്റെ പേര് നിതിനാണ്. അവൻ കല്യാണം കഴിച്ച് 2 പേരും UK-യിലാണ് ഉള്ളത്. അപ്പൊ ഒരു 5 വർഷമായി ആങ്ങളെയും പെങ്ങളും തമ്മിൽ മിണ്ടാണ്ടായിട്ട്. അപ്പൊ മോൾ അവിടെ ഈ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ ഞാനിവിടെ ഓൺലൈനിൽ സൂമിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, അവള് തിരിച്ച് വീടെത്തുമ്പോഴേക്കും മോൻ അവളെ വിളിക്കണം എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ അവൻ വിളിച്ചില്ല. ഇന്ന് ആ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ സന്തോഷം കൊണ്ട് കുറെ കരഞ്ഞിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് അവനും അവന്റെ ഭാര്യയും കൂടെ വീഡിയോ കോൾ ചെയ്ത് മോളെ വിളിച്ച് വർത്താനം പറഞ്ഞു. പിന്നെ എന്നോടും വർത്താനം പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. അപ്പൊ എനിക്കത് അന്നേരം മുതൽ എനിക്ക് ഈ സൂമിൽ സാക്ഷ്യം പറയണം. ഞാൻ എപ്പോഴും ഇങ്ങനെ സാക്ഷ്യം കേട്ട് പറയുമായിരുന്നു, ഞാൻ എന്റെ കുടുംബം യഹോവയെ സേവിക്കും, ഞാൻ എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് എപ്പോഴും ഞാനിങ്ങനെ വചനം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ 5 വർഷം കൂടിയിട്ട് എന്റെ മോൻ വിളിച്ചു നോക്കട്ടെ ബർത്ത്ഡേക്ക്. അല്ലെങ്കിൽ എല്ലാ വർഷവും കല്യാണത്തിന് മുന്നേ ബർത്ത്ഡേ ആകുമ്പോ 12 മണിയാകുമ്പോ രാത്രി വിളിക്കും. അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു അനുഭവം സാക്ഷ്യം നടന്നത് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ, ഇന്ന് പ്രിയ സൗകര്യം പറഞ്ഞ പോലെ തന്നെ മോൾ ആ പ്രാർത്ഥന അന്യഭാഷാ പ്രാർത്ഥനയിൽ വരികയും പ്രിയ മകളെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഉപയോഗിച്ച് സൗഖ്യം കൊടുക്കാൻ ഇടയാത്തത് മാത്രമല്ല വലിയൊരു മനസ്സിൻ്റെ അകത്ത് സമാധാനം എന്ന് പറഞ്ഞ പോലെ തന്നെ നാളുകളായിട്ട് കണക്റ്റ് ആകാതിരുന്ന സഹോദരങ്ങൾ തമ്മിൽ ബന്ധപ്പെടുവാൻ ഇടയായി തീർന്നു. അത് വലിയൊരു സാക്ഷ്യമാണ്. ദൈവം കൊടുത്ത മാറ്റത്തിൻ്റെ ഇത് തുടക്കം മാത്രം സിസ്റ്റർ. ഇനിയും അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ ദൈവം ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് ബ്രദറെ. ഒരു ശത്രു ഭയങ്കര ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കണം. അവരുടെ പേര് മെഹർനീസിയാണ് ബ്രദറെ. ഞാൻ എന്താ ചെയ്യുക? കാണുമ്പോഴൊക്കെ എന്നെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കണം ബ്രദർ. സിസ്റ്റർ, ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് ഈ വാക്യം പറഞ്ഞാൽ മതി, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കാൻ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്ന ദുരാത്മാവ് അവിടെ നിന്ന് വിട്ടുമാറി അവിടെ ഐക്യത ഉണ്ടാകും കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ അത് അത്ഭുതമായി തീരും. ആ വചനം പറഞ്ഞു തുടങ്ങി ആവർത്തനം 28:7 ആ വാക്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കണ്ടോണം ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ആ വ്യക്തിയുടെ മേലുള്ള ദുരാത്മാവ് വിട്ടുമാറുക തന്നെ ചെയ്യും കേട്ടോ. God bless you, sister. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമായി തീരും കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ മുഴുവൻ സമയം മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോ എനിക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം വരികയും ചെയ്തു. സിസ്റ്റർ കേട്ടില്ല, എന്ത് പറ്റിയായിരുന്നു സിസ്റ്റർ? രോഗം എന്തായിരുന്നു? കേട്ടില്ല. ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞു വരിക, ഞരമ്പ് വലിഞ്ഞിട്ട് നടക്കുന്നുണ്ട്, ഞരമ്പ് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് പ്രയാസം വരിക. എത്ര നാളായിട്ടാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ കിടപ്പായിരുന്നു കംപ്ലീറ്റ്. എണ്ണീറ്റ ഉടനെ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് താഴോട്ട് വീഴുന്ന പോലെ വരികയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? സൗഖ്യമായത്? പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഓ യേശു, ഇത് വലിയൊരു അത്ഭുതമാണ്. പ്രിയ സഹോദരി പറഞ്ഞ ഞരമ്പിന്റെ ബുദ്ധിമുട്ടായിരുന്നു ആളുകളായിട്ട് എണീക്കുമ്പോ സൗഖ്യം. പിന്നെ മുട്ടിന്റെ വേദന ഉണ്ടായിരുന്നു. മുട്ടിന്റെ വേദന ഉണ്ടെങ്കിലും ഇപ്പോഴും ആ മുട്ടിന്റെ വേദന മാറിയിട്ടില്ല. പക്ഷെങ്കിൽ പൂർണ്ണ സമയം ഞാൻ മുട്ടന്മേലിരുന്നോണ്ട് മാത്രമേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും ദൈവം അത്ഭുതം ചെയ്തു. ഞരമ്പിന്റെ കാര്യത്തിൽ ചെയ്ത കർത്താവ് തീർച്ചയായിട്ടും ആ മുട്ടിന്റെ കാര്യത്തിൽ അത്ഭുതം ചെയ്യും. പറഞ്ഞ പോലെ വലിഞ്ഞു മുറുകി നിൽക്കുമായിരുന്നു, വീണ് പോകുന്ന അവസ്ഥയിലായിരുന്നു.
പക്ഷെ കർത്താവിന്റെ നാമത്തിൽ വലിയൊരു അത്ഭുതം കർത്താവ് അവിടെ ചെയ്യുവാൻ ഇടയായി തീർന്നു. എഴുന്നേൽക്കുന്നുണ്ട്, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നില്ല, പെട്ടെന്ന് അങ്ങ് നമ്മൾ ബലം ക്ഷയിച്ചിട്ടങ്ങ് വീഴാൻ തുടങ്ങും. അങ്ങനെ അവസ്ഥയായിരുന്നു. ആയിരുന്നു. ഇപ്പൊ കർത്താവിന്റെ ബലം വന്നു. പൂർണ്ണ സൗഖ്യം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ എന്റെ പേര് വിൽസൺ. എനിക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. എന്റെ ഹാർട്ടിന് 4 ബ്ലോക്കാണ്. അത് ആന്റിയോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പൺ സർജറി വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. എല്ലാ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുമായിട്ട് ഭവനത്തിൽ കഴിയുക. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രിയ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ കർത്താവ് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ തന്നെ പറയും സർജറി വേണ്ട, ഒരു മിറക്കിൾ, ഒരു അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നുവെന്ന് പറയുന്നത് ഞങ്ങൾ കേൾക്കും. ഞങ്ങളുടെ കാതുകൊണ്ട് ഞങ്ങൾ അത്ഭുതത്തെ കേൾക്കും, നാവ് കൊണ്ട് ഞങ്ങൾ അത്ഭുതത്തെ വർണ്ണിക്കും. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ഓപ്പറേഷൻ നീങ്ങിപ്പോട്ടെ. കർത്താവെ, ശരീരം യേശുവിന്റെ നാമത്തിൽ പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. പറഞ്ഞോണം, സർജറി ഇല്ലാതെ തന്നെ ഞാൻ അത്ഭുതം കാണുമെന്ന് തന്നെ പറഞ്ഞു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ പറഞ്ഞു. ബ്രദറെ, ഒരു കാര്യം പറയാനായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 10-11:30 മണിയായപ്പോഴത്തേക്ക് ഫ്രണ്ടില് ഹാളില് ഭയങ്കര ഭസ്മത്തിന്റെ മണം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടുമായിരുന്നു. എന്തുവേണമെന്ന് അറിയാതെ ഞാൻ ഹോളി വാട്ടറൊക്കെ എടുത്ത് തളിച്ചു, യേശുവിന്റെ തിരുരക്തമെന്നും പറഞ്ഞു. എന്നിട്ട് എന്റെ മനസ്സിനകത്ത് അത് മാറുന്നില്ല, മണം ഭയങ്കരമായിട്ട് നിൽക്കുന്നു. ഞാൻ എന്നിട്ട് വൈകിട്ട് ഞാൻ എന്നും പ്രയറിൽ കയറുന്നതാണല്ലോ, ഇത് ഇവിടുന്ന് മാറിപ്പോകും എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മണം പിന്നെ വന്നിട്ടില്ല. അത് എന്താണെന്ന് അറിയുന്നില്ല. ഭയങ്കര ഭസ്മത്തിന്റെ തൊട്ടടുത്ത് ക്രിസ്ത്യാനികളാണ് താമസിക്കുന്നത്. ഇവിടെ അന്യ ആൾക്കാരെ കുറവാണ് താഴ്ഭാഗത്തൊക്കെ, അപ്പുറമൊക്കെ മുസ്ലിങ്ങളാണ്. പക്ഷെ വീടിന്റെ ആ മുറി മാത്രം, ഫ്രണ്ടിലെ ആ ഹാളിൽ മാത്രം ഭസ്മത്തിന്റെ മണം. സെറ്റിയിൽ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ശ്വാസം മുട്ടുന്ന മണമായിരുന്നു. ഭയപ്പെടേണ്ട. നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ വചനം ഉണ്ടല്ലോ, അതങ്ങോട്ട് കൽപ്പിച്ചാൽ മതി. എനിക്കൊന്നും ഒരിക്കലും ഒരു ദോഷവും വരികയില്ല എന്ന് പറഞ്ഞാൽ മതി. കർത്താവ് ആ വിഷയത്തെ മാറ്റി. അത് വലിയൊരു കാര്യമാണ്. ഇനി അത് മേല വരത്തില്ല കേട്ടോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ പറഞ്ഞു. ഹലോ പാസ്റ്റേ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. കേൾക്കുന്നുണ്ടോ പാസ്റ്റേ? എന്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു എന്റെ ഭാര്യയും മക്കളുമായിട്ടൊക്കെ പിണക്കത്തിലാണെന്ന്. അപ്പം നാളെ എന്റെ ചേച്ചിയുടെ മോന്റെ നിശ്ചയിപ്പാണ്. അപ്പൊ എന്റെ മോളും മോനും എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. 8 മാസത്തിന് ശേഷമാണ് പാസ്റ്റേ അങ്ങനെ അവർ പറയുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വൈഫ് ഇപ്പൊ ഗൾഫിൽ പോയിക്കുകയാണ്, എന്നെ ഇട്ടിട്ട് പോയതാണ്. എന്റെ അടുത്ത് ഇതുവരെയും വിളിച്ചില്ല പോയിട്ട്. തിരിച്ച് മടങ്ങി വരാനും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റേ. കർത്താവ് അത്ഭുതമാക്കി മാറ്റും ബ്രദറെ. ഈ വചനം പറഞ്ഞോണം. യേശുവിനെ, ഞാൻ കുടുംബവും ഞങ്ങളെ ഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞോണം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമായി തീർന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിച്ചതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പറഞ്ഞു. എന്റെ പേര് ബീന എന്നാണ്. ഞാൻ ന്യൂയോർക്കിൽ നിന്നാ. എന്റെ കാലിന് ഭയങ്കരമായ വേദനയായിരുന്നു. പക്ഷെങ്കില് ഹീല് ചെയ്ത് വളരെ ചൂട് അനുഭവപ്പെട്ട് എന്റെ കാലിന് ഇപ്പം വളരെ നല്ലതായിട്ട് നടക്കാൻ പറ്റും. ആ വേദന അവിടെ നിന്ന് വിട്ടുമാറിപ്പോയി. എത്ര നാളുടെ അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ജോലി ചെയ്യുമ്പോഴേ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ഓടി ഓടി ഇങ്ങനെ നടന്ന കാലിന് ഭയങ്കര ഒരു നമ്മിനെസ്സും വേദനയുമായിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കരമായ ചൂട് അനുഭവപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴ് അതിപ്പോ ഒരു വേദനയും ഇല്ല, ഒന്നുമില്ല. അത്ഭുതമാണ് പ്രിയ സൗരി പറഞ്ഞത്. നാളുകളായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. അവിടെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്ന വേദന നിമിത്തം അല്ലേ? നടക്കാൻ ബുദ്ധിമുട്ടാ, ഒരു നമ്മിനെസ് പോലെ ഒരു എപ്പോഴും നമ്മള് ബോധർ ചെയ്തുകൊണ്ടിരിക്കും. പ്രാർത്ഥിച്ചപ്പോ വലിയൊരു ചൂട് ശരീരത്തിൽ അനുഭവം ഉണ്ടായി. വളരെ ചൂട് അനുഭവം. ഇപ്പൊ വേദന ചൂട് വന്നതോടെ മാറി. കർത്താവിന്റെ അത്ഭുത കര അവിടെ സ്പർശിച്ചിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അഗ്നിയാണത്. കർത്താവ് തൊട്ടു, ആ വേദന മാറി. ഇത് ധൈര്യമായിട്ട് യേശുവിന് വേണ്ടി ഓടിക്കണം. കർത്താവിന്റെ സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ?
ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാനൊരു അത്ഭുത സാക്ഷ്യം പറയാനായിരുന്നു. ധൈര്യമായിട്ട് പറഞ്ഞു. വണ്ടിയുടെ ഒരു സ്കൂട്ടറിൽ, ഞങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പൊ അതിന്റെ ഒരു ചാർജർ ഈ പുറത്ത് കയറി വരുന്ന ഡോറിന്റെ അവിടെയാണ് അത് ചെയ്തിരിക്കുന്നത്, പ്ലഗ്. അപ്പൊ ഒരു പൂച്ച രാത്രി എന്നും അതിന്റെ പുറത്ത് കയറി കിടക്കും. രാവിലെ എണീറ്റ് പോകുമ്പോൾ എപ്പോഴും കിടക്കും അതിന്റെ പുറത്ത്. ഇപ്പൊ ഈ വയറും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. അത് വേറെ പുതിയത് മേടിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം 3 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് പൂച്ച കിടക്കുക. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു എന്റെ മൈൻഡിൽ വരുന്നില്ല. ഞാനൊരു ബൈൻഡൊക്കെ എടുത്ത് മൂടിയിടുക, ഒരു തുണി എടുത്ത് അടച്ചു വെക്കുക, എങ്ങനെ ചെയ്തിട്ടും അത് പോകത്തില്ല. അപ്പോഴാണ് എനിക്ക് പ്രാർത്ഥിച്ച കർത്താവ് മാറ്റിത്തരുമെന്ന്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ കർത്താവിന് എനിക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചെന്നു. ഇന്ന് രാത്രി മുതൽ എനിക്ക് പൂച്ച എന്റെ കണ്ണിൽ കാണരുതെന്നു ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി രാവിലെ എണീറ്റ് നോക്കുമ്പോൾ പൂച്ച ഇല്ല അവിടെ. അന്ന് തൊട്ട് ഇന്ന് വരെയും വന്നൊരു 2 ആഴ്ച കഴിഞ്ഞു സംഭവം. ഇതുവരെ ആ പൂച്ച അവിടെ. നമ്മുടെ അധികാരം, നമുക്കുള്ള അധികാരം, നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന എന്തിൻ്റെ മേലും, അത് മനുഷ്യനായിക്കോട്ടെ വേറെന്തും ആയിക്കോട്ടെ, സൗകര്യ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പൂച്ചയ്ക്ക് നമ്മൾ വിരോധമല്ല. പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സൗകര്യം പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ. നമ്മുടെ അധികാരം എന്ന് കേട്ട വചനം അതാണ്, നമ്മൾ പകരണം. നമ്മുടെ ശക്തിയെ നമ്മൾ മറ്റൊന്നിലേക്ക് പകരുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാവും. നമ്മുടെ വിഷയത്തിൻ്റെ മേലേക്ക് അത് പകർന്നാൽ അത് മിറക്കിളായി മാറും. അതൊന്ന് സംഭവിച്ചതാണ്. കർത്താവ് പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ, പറഞ്ഞു. ഞാൻ ബാലകൃഷ്ണ ബ്രദറെ. ഞാൻ ഇപ്പോ UK-ലാണ്. എന്റെ മൂത്ത മകളുടെ ഡെലിവറി സംബന്ധിച്ച് ഞാൻ ഇപ്പൊ UK-ലാണ്, കവൻട്രിയിലാണ് ഞാനിപ്പോ. അപ്പൊ മോളുടെ നാളെ ഡേറ്റ് പറഞ്ഞേക്കാണ്. ട്വിൻസ് ആണ്. അപ്പൊ സർജറി S-സെക്ഷനാണ് പറഞ്ഞേക്കണേ. അപ്പൊ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്ക് എന്റെ ബ്രദർ. എനിക്ക് സാധാരണ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇവിടെ നിന്ന്, അതുകൊണ്ട് ബ്രദറിനെ വിളിക്കുന്നത്. പിന്നെ ഇവിടെ ബ്രദറിന്റെ മീറ്റിംഗ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ട് ബ്രദറെ? ബ്രദറെ ദൂരക്കൂടിലാണ് എനിക്ക് വന്നത്. ഞാനിപ്പം നമ്മുടെ ഈസ്റ്റ് ബോണിലാണ് ഉള്ളത്. പിന്നെ ഈസ്റ്റ് ഹാമിലും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ലൊക്കേഷൻ ഇട്ടാക്കാം കേട്ടോ. കവൻട്രി എനിക്ക് നല്ല ദൂരമാണ്. എങ്കിലും നോക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നപ്പോൾ ഉദരത്തിലെ തലമുറകളെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഒരു സുഖപ്രസവം അവിടെ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അത്ഭുതമായി തീരും കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമുക്ക് മീറ്റിംഗ് ഉണ്ടല്ലോ, പ്രയർ സ്റ്റേഷൻ സൗദിയിലെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ നടക്കുവാനും ഇന്ന് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവാത്മാവിൽ ഒരുങ്ങുവാനും കർത്താവ് ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കട്ടെ. ആർക്കെങ്കിലും സാക്ഷ്യം പറയാതെ മ്യൂട്ട് മാറ്റാൻ പറ്റാതെ പോയെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളത് പറയുക. അല്ലെങ്കിൽ നമ്മുടെ പ്രയർ ലൈൻ നമ്പറുകളിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങളെ അയയ്ക്കുക. വലിയ കൃപകളാൽ സ്വർഗ്ഗം നിറയ്ക്കും. ഈ വർഷം നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. പുതിയ വർഷം നമുക്ക് പ്രാർത്ഥിച്ചു കയറാം. വൻ കൃപകളാൽ സ്വർഗ്ഗം നിറയ്ക്കുന്നല്ലോ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾക്ക്